എല്ലാവരും ഒരിക്കൽ കൂടെ കരങ്ങളെ ഉയർത്തി ശക്തിയോട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to his holy name. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ കുട്ടികളുടെ മീറ്റിങ്ങിൻ്റെ ഒന്നാം ദിവസം രാത്രിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise and thank God for the first day of this youth meeting that God has given us today. ഈ മീറ്റിങ്ങിനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നടന്നതായ ഈ പ്രാർത്ഥന മീറ്റിംഗ് കർത്താവ് അനുഗ്രഹമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. For this meeting we had been praying since a long time, and this evening our Lord has made this day a great blessing to all of us. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പകർച്ച ഇന്ന് രാത്രിയും പകൽ നടന്ന കാത്തിരിപ്പ് യോഗത്തിലും നമുക്ക് അനുഭവിക്കാനിടയായി തീർന്നു. We were able to experience the wonder working hand of the Holy Spirit in the morning session and also in the evening session. തുടർന്നും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. I pray that may the Holy Spirit give us the privilege that we may continue to be in his presence. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ളതായ പ്രതികൂല സാഹചര്യത്തിലാണ് ഇന്ന് അവർ ലോകത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. As far as the children are concerned, they are living under very tribulous conditions during these days. കഴിഞ്ഞ നാളുകളേക്കാൾ പരീക്ഷകളും പരിശോധനകളും മനുഷ്യ ജീവിതത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. These are the days wherein the people of God are going through various trials and temptations in their life. നമുക്ക് നല്ലതായിട്ട് അറിയാം, വിശ്വാസ ജീവിതത്തിന് എതിരായിട്ട് ശക്തമായ പരീക്ഷകളും പരിശോധനകളും ഉയർന്നുകൊണ്ടിരിക്കുന്നു. We very well know that these days against our spiritual life we find that the work of the enemy is mightily working against us. ആത്മീകമായിട്ട് മുൻപോട്ട് പോയ പലർക്കും ഇന്ന് പ്രതികൂല സാഹചര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. Many people who had been living a spiritual life, these days we can see they are going through very difficult times. എന്നാൽ ദൈവം കരുണയോട് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനായിട്ട് ഞാൻ ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കുന്നു. But our Lord has been graciously leading us, therefore once again I praise and thank God. ഇന്ന് രാത്രി തിരുവചന ധ്യാനത്തിനായിട്ട് പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിച്ചുകൊണ്ട് തുടർന്ന് തിരുവചനത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് നിർത്തുവാൻ താല്പര്യപ്പെടുന്നു. For today's meditation I would want to read from 1 Peter chapter 4 verse 7. ശുശ്രൂഷയുടെ സമയത്ത് കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കരുത് എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. ഈ പ്രസംഗം തീരുന്നവരെ ആരും തന്നെ പുറത്തേക്ക് പോകരുത്. ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർ ദയവായി ഹാളിൽ വന്നിരിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു. I would remind the young children not to be leaving the hall often and again. If someone of you have gone out, may I request you to please come back and be seated in the hall. വായിക്കാം. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പിൻ. ഈ വർഷത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ഈ യൂത്ത് മീറ്റിങ്ങിൻ്റെ തലക്കെട്ടായിട്ടുള്ള ഒരു വാക്യമാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. The verse that we just read was the theme for the youth meeting that our Lord has given us this year. എല്ലാറ്റിൻ്റെയും അവസാനം വന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. We are able to see that the end of everything has come nigh. ഇതുമായിട്ട് ബന്ധപ്പെട്ടതായ ഒരു ചാർട്ട് നമ്മുടെ ഈ സ്റ്റേജിൻ്റെ പിൻഭാഗത്ത് ഇപ്പോൾ അത് കിട്ടിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. There is a chart right behind on the stage, the theme of which has been displayed. കുഞ്ഞുങ്ങളുടെ കയ്യിലുള്ള പാഠ്യപുസ്തകത്തിൻ്റെ കവർ പേജിലും ഈ ചിത്രങ്ങൾ അതിൽ പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. And on the hymn book sheet that has been given to you, the cover page also, this particular logo is been printed. ദൈവത്തിന് സ്തോത്രം. Praise be to his holy name. അതിനകത്ത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായ ചില വിഷയങ്ങളെ സംബന്ധിച്ച് വേഗത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. Certain things that which we can see in that is something which I would want to remind you all, and I would want to conclude the word of God. ഇതിൽ പ്രത്യേകിച്ച് മനുഷ്യ നിർമ്മിതമായ ഒരു കവർ ഗ്ലാസ് നമുക്ക് കാണുവാൻ സാധിക്കും. We can see a glass which has been created by human hands. അത് നേരത്തെ സമയത്തെ ലോകത്തിൽ അറിയുവാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. And that was something which was created in this world for to know the time. നമ്മൾ അത് ശ്രദ്ധിക്കുമ്പോൾ ഒന്നിൻ്റെ അവസാനവും മറ്റൊന്നിൻ്റെ ആരംഭവും നമുക്കതിൽ കാണുവാൻ സാധിക്കും. In that we can see the end of one and the beginning of another. ഒന്ന് അവസാനിക്കുന്നു, മറ്റൊന്നിലേക്ക് അതിൻ്റെ
തുടക്കം ആരംഭമായി എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. We can see one is ending and the other is the beginning thereof. രണ്ടാമത് സൂര്യന്റെ അസ്തമനത്തെ സംബന്ധിച്ച് ഒരു ചിത്രം നമുക്കിവിടെ കാണാം. We can also see another picture wherein the sun is setting. ഇത് പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായ ഒരു മുന്നറിയിപ്പാണ്. That is a caution that we are able to get from the nature. എന്താണെന്ന് ചോദിച്ചാൽ വെളിച്ചം ഇവിടെ നിന്ന് മാറ്റപ്പെട്ടിട്ട് ഒരു ഇരുട്ട് ഈ ഭൂമിയിൽ വ്യാപിക്കുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അസ്തമനം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. If you ask why, the setting means that one stage of life is going to end and there is another going to begin very soon. ഇത് വെറുതെ ഒരു ചിത്രമായിട്ട് നമ്മൾ കണ്ടിട്ട് പോകുവാനല്ല, അതിൻ്റെ പിന്നിൽ ചില ആത്മീകമായ സത്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. It is not for you to just see it as a picture and get away from here, but there is a spiritual understanding that you need to have from that. മൂന്നാമതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് ഒരു ഭക്തൻ ഈ ഭൂമിയിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് ദൂതൻ അത് നിവർത്തി പിടിച്ചിരിക്കുന്നതായ ഒരു ബാനർ തൻ്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോകുന്നതായ ഒരു ചിത്രമാണ്, അല്ലെങ്കിൽ വഴുതി പോകുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. Thirdly, another picture that you can see, a saint a scroll is being dropped down and it is being slipped off from the person who stands below. ആ ബാനർ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു അവസാനം വന്നിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള സൂചന ലഭിക്കുവാൻ സാധിക്കുന്നു. When we see that scroll, it gives us an understanding that the time is gone away from us. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. Praise be to his holy name. ഒന്നാമതായിട്ട് മനുഷ്യനിർമ്മിതമായിട്ട് കണ്ടതായ ആ ഹവർ ഗ്ലാസ് ലോകത്തിൽ ഒരു വ്യക്തമായ ഒരു ചിത്രം അവർ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. First of all, that the hourglass which you have seen in this picture is given to us as a caution of time. രണ്ടാമത് പ്രകൃതിയിൽ നിന്ന് നമുക്ക് നല്ലൊരു സൂചന നമുക്ക് അതിൽ കൂടെ ലഭിക്കുകയാണ്. Secondly, from the nature also we are given to understand about the fact. മൂന്നാമത് ഒരു ദൈവദൂതൻ കണ്ടതായ ദർശനത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ അഥവാ ദൈവത്തിൻ്റെ സന്ദേശം ലോകത്തോട് അറിയിക്കുന്നു, എല്ലാറ്റിൻ്റെയും ഒരു അവസാനം സമീപിച്ചിരിക്കുന്നു. And thirdly, we can see the angel of God is dropping down a scroll wherein the end of this world is being revealed. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to his holy name. എല്ലാറ്റിൻ്റെയും ഒരു അവസാനം സംഭവിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച്, അഥവാ ഒരു അവസാന കാലഘട്ടത്തോട് നാം അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് തിരുവചനത്തെ നാം പഠിക്കുമ്പോൾ അവിടെ ഇവിടെയായിട്ട് ചില സംഭവങ്ങൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. When we come to understand about the fact that the world is coming to an end, and from the word of God here and there we can read to understand that yes, truly the world is going to come to an end. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ യേശു പറഞ്ഞതായ ഒരു തിരുവെഴുത്ത് ഇതിനെ ആധാരമാക്കിക്കൊണ്ട് മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. With reference to this, we will read from Gospel of Matthew 16 chapter verse 7, wherein our Lord Jesus Christ reminds us from that particular verse. 16-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കാം. 16 chapter Gospel of Matthew chapter verse 3. രാവിലെ ആകാശം മൂടി ചുവന്ന് കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു. ആകാശത്തിന്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു, എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to his holy name. മനുഷ്യൻ ആകാശത്തിൽ അതിൻ്റെ ഭാവം അറിയുന്നു, എന്നാൽ കാലങ്ങളുടെ ലക്ഷണം അവൻ തിരിച്ചറിയുന്നില്ല എന്ന് യേശു പറയുകയുണ്ടായി. Jesus mentions here that in the morning is well foul weather of the day and the sky is red lowing down, and you should be able to understand these. ഈ തിരുവെഴുത്തിനെ നാം പരിശോധിച്ച് നോക്കുമ്പോൾ നാം ഇപ്പോൾ ആയിരിക്കുന്നതായ കാലഘട്ടം എന്ന് പറയുന്നത് ഇത് ഒരു അവസാന കാലഘട്ടമായിട്ടാണ് വേദപുസ്തകം നമ്മെ വിരൽ ചൂണ്ടിക്കാണിക്കുന്നത്. The word of God very precisely tells us that the season that we are in are the end times. ഇത് ഒരു അവസാന കാലഘട്ടമാണ്. These are the last days. അതിന് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇതിൻ്റെ ആരംഭം എപ്പോൾ എന്നും ഇതിൻ്റെ അവസാനം എപ്പോൾ ആയിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള 1-2 തിരുവെഴുത്തുകൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. Therefore, what the word of God does say here as to where it began and where it is going to end, I would want to read a few verses from the word of God. എബ്രായർക്ക് എഴുതിയ ലേഖനം 9:26 പത്രോസുക്ക് എഴുതിയ 1-ാം ലേഖനം 1:20 വാക്യം നാം വായിക്കുമ്പോൾ, when we read
പത്രോസ് എഴുതിയ ലേഖനം 1:20 എബ്രായർ 9:26 വാക്യം വായിക്കുമ്പോൾ when we read 1 Peter 9 verse 20 and Hebrews 9 verse 1, ഈ അവസാന കാലഘട്ടം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജനനത്തോടുകൂടെ ആരംഭിക്കുന്നു എന്നാണ് ഈ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. this word of God just teaches us that the season began with the birth of Jesus Christ. എന്നാൽ പല സമയങ്ങളിലും അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അന്ത്യനാൾ എന്നതായ വാക്ക് കൊടുത്തിരിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പകർച്ചയോടുകൂടെയാണ് ഈ അവസാന കാലഘട്ടം ആരംഭിക്കുന്നു എന്ന് നാം ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഈ തിരുവെഴുത്തുകൾ പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നു, ക്രിസ്തുവിൻ്റെ ലോകത്തിലേക്കുള്ളതായി തൻ്റെ ജനനം ഒരു അന്ത്യ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാം. The word of God, when we read in Acts chapter 2, that everything is begun with the understanding of our Lord, and with the birth of Jesus Christ everything has come to start. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1:5 വാക്യം വായിക്കുമ്പോൾ അവസാന കാലത്തെ രക്ഷ എന്ന വാക്ക് അവിടെ കൊടുത്തിരിക്കുകയാണ്. First Peter 1st chapter verse 5, towards the last we can see a sentence about your redemption. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ സംബന്ധിച്ച്, അഥവാ ഈ കൃപായുഗത്തിൻ്റെ അവസാനത്തിൽ ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നതിനെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. This is something that gives us an understanding or cautions us about our Lord Jesus Christ's return to this world. ഇന്ന് രാത്രികാലം അവസാന കാലഘട്ടത്തിൻ്റെ ചില അടയാളങ്ങളെ സംബന്ധിച്ചും തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ചില സത്യങ്ങൾ ഓർമ്മിപ്പിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. I am desirous in the Lord to remind you certain signs that go from the word of God, and also certain miracles that would take place before the coming of Lord. ഒന്നാമത് യെശയ്യാപ്രവചനം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ, First of all, when we Isaiah 7 chapter verse 16, അവിടെ കർത്താവായ യേശു ക്രിസ്തു ഈ അവസാന കാലഘട്ടത്തിന്റെ ഒരു അടയാളമായിട്ട് പിതാവായ ദൈവം ലോകത്തിന് നൽകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. we can read there that our Lord Jesus Christ has been given to us as a sign to the world before the coming of our Lord. യേശു ക്രിസ്തുവിന്റെ ജനനം ഈ ലോകത്തിന് ഒരു അടയാളമായിട്ട് പിതാവ് നൽകി എന്ന് 7:14 വാക്യത്തിൽ നാം വായിക്കുന്നു. 7:16 we understand that Jesus Christ, the birth of Jesus Christ was given as a sign to us from the heavenly Father. രണ്ടാമതായി യേശുവിന്റെ ജനനം ലോകത്തിന് ഒരു അടയാളമായി ദൈവം നൽകിയതായിട്ട് മത്തായി 12:39-40 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. Secondly, Matthew 12 chapter verse 32 and 33 we can read that the birth of Jesus Christ was given to us as a sign. ഇത് ഒന്നുകൂടെ ആഴമായി നാം പരിശോധിക്കുമ്പോൾ യേശുവിന്റെ മരണവും യേശുവിന്റെ ഉയർപ്പും ലോകത്തിന് ഒരു അടയാളമായി ദൈവം നൽകിയതാണ്. When we study in deep, we can understand that the birth of Jesus Christ and the death of Jesus Christ has been given to us as a sign. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഈ രണ്ട് സംഭവങ്ങളെ സംബന്ധിച്ച് ക്രിസ്തു ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. യേശുവിന്റെ മരണം ഉയർപ്പ് ലോകത്തിന് ഒരു അടയാളമായിട്ട് നമുക്ക് കാണാം. John 2nd chapter verse 18 to 22 we can see that the birth of Jesus and the death of Jesus Christ has been given to mankind as a sign. മൂന്നാമതായിട്ട് നാം ഇവിടെ പഠിക്കുന്ന നാലാമതായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:30-33 വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, Secondly, when we read John's Gospel 6th chapter verse 30 and 33, ക്രിസ്തു മനുഷ്യന് അത് ആകാരമായി ലോകത്തിൽ വെളിപ്പെട്ടു, അതും നമുക്ക് നൽകിയതായ അടയാളമായിട്ടാണ് അത് തിരുവെഴുത്തിൽ കൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. Jesus Christ was born on this earth as a sign is something that we can read and understand from the word of God. യേശു ലോകത്തിന് അടയാളമായി തീർന്നത് എന്തിനു വേണ്ടി? Why is Jesus Christ born as a sign to this world? ലോകത്തിന് അടയാളമായി തീർന്നതായ കർത്താവ് നമ്മെയും അത് അത്ഭുതങ്ങളും അടയാളമാക്കി തീർക്കുവാൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. But the Lord is desirous of us even that we should be changing ourselves into being signs and wonders. ഇപ്പോൾ 4 അടയാളങ്ങളെ സംബന്ധിച്ച് നാം തിരുവെഴുത്തിൽ കൂടെ ചിന്തിക്കുകയുണ്ടായി. We have been able to think of 4 different signs about through the word of God. അടുത്തതായിട്ട് അത് 2 അടയാളങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ആത്മീക സത്യത്തെ സംബന്ധിച്ചും ഇന്ന് രാത്രി തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ 1-2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. Now the 2 signs from the word of God I would want to remind you concerning this from the word of God. അത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും 3-ാം വാക്യത്തിലും വായിക്കുമ്പോൾ, That when we read in Revelation chapter 12 verse 1 and 3, പുതിയ നിയമസഭ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു അടയാളമായി സ്വർഗത്തിൽ ദൈവം നിർത്തിയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. New Testament church in heaven it stands as a sign for all of us. ഈ സഭ എല്ലാവർക്കും ഒരു അടയാളമായി
അടയാളമായി തീരുന്നതിൻ്റെ പ്രത്യേകിച്ച് ചില കാരണങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉപദേശ രീതിയായിട്ട് നാം പഠിക്കേണ്ടതാകുന്നത് കൊണ്ട് അങ്ങോട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. This particular verse is something that we need to be studying as a sign. I would not want to drive your attention towards that. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to his holy അതേ name. അധ്യായത്തിൽ തന്നെ 3-ാം വാക്യം വായിക്കുമ്പോൾ മറ്റൊരു അടയാളം നമുക്ക് കാണുവാൻ കഴിയും. In the same chapter, verse 3, when we read, we can see another sign there. തീ നിറമുള്ളതായ ഒരു മഹാസർപ്പത്തെ നമുക്ക് അവിടെ കാണാം. We can see a great serpent which is red in color. ഇതും തിരുവെഴുത്തിൽ നാം പഠിക്കുമ്പോൾ ഇത് ഒരു അടയാളമായിട്ടാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. When we study the word of God, this also we should be able to study as a sign. വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് ലേഖനം 6-ാം അധ്യായത്തിൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല സ്വർലോകത്തിലെ ദുഷ്ടാത്മാ സൈന്യത്തോട് എന്ന് തൻ്റെ സുവിശേഷത്തിൽ കൂടെ അല്ലെങ്കിൽ എഫേസ്യർക്ക് ലേഖനത്തിൽ താൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. In the book of Ephesians 6th chapter, it is a reminder to us that our battle is not against flesh and blood, but against the principalities and powers in heavenly places. ഒരു ഭാഗത്ത് ദൈവം നമ്മെ അത്ഭുതങ്ങളും അടയാളമാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ശത്രു ഈ സ്വർലോകത്തിലെ ദുഷ്ടാത്മാ സൈന്യം മനുഷ്യനെ ഭൂമിയിലേക്ക് വലിച്ച് അത് എറിഞ്ഞു കളയുവാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. The way in which our Lord wants us to be changed into signs and wonders, even this Satan wants to drag us down with his power and he would want to destroy us. ദൈവം എങ്ങനെയാണ് തന്നെ പോലെ നമ്മെ മാറ്റുവാൻ ആഗ്രഹിച്ച് ഒരു ആൺകുട്ടിയെ ജയാലിയാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അതിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശക്തിയെ നമുക്ക് അവിടെ കാണാം. We can see a power there which is trying to pull down the man child from heaven, wherein he works so that we can be destroyed. എങ്ങനെയാണ് ഈ ശക്തി മനുഷ്യർക്കെതിരായിട്ട് ദൈവമക്കൾക്കെതിരായിട്ട് കുഞ്ഞുങ്ങൾക്കെതിരായിട്ട് ഇത് പോരാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് തിരുവെഴുത്തിനെ ആധാരമാക്കി ചില വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ തിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. I would want to again draw your minds and your heart towards a few verses. How is it that this particularly distorts us, the believers and the children, from where they are being destroyed? ഭൂമിയിലേക്ക് വലിച്ചെറിയുന്നതായ ഒരു ശക്തിയായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. We can see a power that is pulling down from heaven and throwing us down. അവരെ ഭൂമിയിലേക്ക് വലിച്ചെറിയുവാൻ ശത്രു ഉപയോഗിക്കുന്നതായ ആയുധത്തെ സംബന്ധിച്ച് നമുക്ക് അവിടെ കാണുമ്പോൾ A weapon that is being used wherein we are pulled down from heaven and we are thrown down. 3-ാം വാക്യവും 4-ാം വാക്യവും ചേർത്ത് വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. When we read verse 3 and verse 4, we'll be able to understand that. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to his holy name. ദൈവഭക്തരായി ജീവിച്ചവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനുള്ളതായ ചില കാരണം തിരുവെഴുത്തിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയും. Having lived a godly life and then being pulling off from that is something that we can again read from a few verses from the word of God. അതുകൊണ്ട് അപ്പോസ്തലനായ യൂദ തന്റെ ലേഖനത്തിൽ 18-19 വാക്യങ്ങളിൽ 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ദൈവസഭയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. Apostle Judah in verse 18 and 9, there are certain things that he reminds there that we can read. ദൈവത്തിൽ നിന്നും ദൈവിക അനുഗ്രഹത്തിൽ നിന്നും നമ്മെ വേർതിരിക്കുന്നതായ ശക്തികൾ ഏത് വിധത്തിലാണ് ലോകത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. We can read over there as to how we have been pulled off from the presence of God and from the love of God. 18-19 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ when we read verse 18 and 19, വേഗം ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ പ്രാകൃതന്മാർ ആത്മാവ് ഇല്ലാത്തവർ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. We are able to understand that they are the ones who have no spirit whatsoever. ഒന്നാമത് അവർ ഭിന്നതയുണ്ടാക്കുന്നവരാണ്. First of all, they bring separation. രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് അവർ പ്രാകൃത സ്വഭാവമുള്ളവരാണ്. And secondly, it is mentioned that they were an ungodly nature. മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത് അവർ ആത്മാവ് ഇല്ലാത്തതായ ഒരു ഭാഗമായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. And thirdly, we can see that they don't have the spirit. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to his holy name. മറ്റുള്ള പരിഭാഷകളിൽ പറയുന്നത് ഇവർ ദൈവത്തിൽ നിന്ന് തിരിഞ്ഞു പോകുന്നവരാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. Or in other words, we can see that they are the ones who get away from God. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവർ പ്രാകൃത സ്വഭാവത്തിന് അടിമകളായി മാറുന്നു. The ones who get away from the God, they get into the ungodly nature. അവർ പ്രാകൃത സ്വഭാവത്തിന് അടിമയായി മാറുന്നത് മാത്രമല്ല, അവർ ആത്മാവ് ഇല്ലാത്തവരായി തീരുകയാണ്. Not only they become ungodly and sensational, they also become people without God.
അതുകൊണ്ടാണ് നമ്മുടെ സഭകളിൽ ഇന്നത്തെ അവസ്ഥയെ നാം പരിശോധിക്കുമ്പോൾ Therefore, when we examine the situation of the church today, എന്തോ പല കാരണങ്ങൾ പറഞ്ഞ് ആത്മീകമായ കൂട്ടായ്മയിൽ നിന്ന് നമ്മെ പലരെയും ശത്രു ദൂരമാക്കിക്കൊണ്ടിരിക്കുന്നു. some way or the other, in various ways, the enemy is distorting us, taking us away from the church. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുവാൻ കിട്ടുന്നതായ അവസരങ്ങൾ തക്കത്തിൽ നാം ഉപയോഗിക്കുന്നില്ല. We are not able to use the time when we have got the time to fill in the Spirit. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർ ആത്മാവ് ഇല്ലാത്തവരായി ദൈവത്തിൽ നിന്നും അവർ ദൂരമായി പോയി അവർ പ്രാകൃതന്മാരായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. If you ask us to why this has happened, it is only because people have become ungodly and they have got away from the presence of God. അതുകൊണ്ട് ഇവർ പരിഹാസികളാണ്, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതായ ഒരു കൂട്ടരെ സംബന്ധിച്ചാണ് ഇവിടെ യൂദ ലേഖനത്തിൽ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. Therefore, they are mockers and they get away from the presence of God, and that is what is reminded us here in Jude. എന്നാൽ ഈ അടയാളം എന്ന വിഷയത്തെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ അത് രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. When we see this particular signs, we can study that in two different ways. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ ആയിരുന്നപ്പോൾ അക്ഷരീകമായിട്ട് ലോകത്തിൽ സംഭവിപ്പാൻ പോകുന്നതായ അടയാളങ്ങളെ നമുക്ക് സൂചിപ്പിച്ചു തന്നിട്ടുണ്ട്. First of all, while our Lord Jesus Christ was on this earth, He has shown us two things as far as the signs are concerned. മറ്റൊന്ന് ആത്മീകമായിട്ടുള്ളതായ ഒരു അടയാളം എന്ന വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയും. And also a spiritual aspect is something that we can also study. എന്നാൽ ഇത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം നാം വായിക്കുമ്പോൾ, When we read Luke's Gospel 21st chapter verse 25, ഇവിടെ കർത്താവായ യേശു ക്രിസ്തു അക്ഷരീകമായിട്ടുള്ളതായ ഒരു അടയാളത്തെ സംബന്ധിച്ച് ഈ തിരുവെഴുത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. here Lord Jesus Christ literally shows an example concerning this. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ കാലഘട്ടമാകുമ്പോൾ ലോകത്തിൽ എന്തെല്ലാം അടയാളങ്ങളാണ് സംഭവിപ്പാൻ പോകുന്നത് എന്ന് ക്രിസ്തു വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുള്ളതായ അധ്യായങ്ങളാണ് മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായവും ലൂക്കോസ് 21-ാം അധ്യായവും വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പ്രവചനത്തിന്റെ നിവർത്തിയാകുന്ന അധ്യായങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. We can see Gospel of Matthew 21st chapter and Luke 21st chapter, wherein the signs about the return of our Lord Jesus Christ is clearly mentioned. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to His holy ഇത് name. വളരെ വ്യക്തമായി ക്രിസ്തു ലോകത്തിൽ ഇരുന്നപ്പോൾ വിളിച്ചു പറഞ്ഞതായ ഒരു പ്രവചന ഭാഗമാണ്. This is a prophecy which is very precisely our Lord Jesus Christ did mention while He was on this earth. എന്നാൽ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കുവാനുണ്ട്. Here we can think of two important aspects. ഒന്ന്, ദൈവമക്കൾ ഇത് കാണുമ്പോൾ അവർ എന്താണ് ചെയ്തിരിക്കേണ്ടത് എന്നുള്ളതായ നിർദ്ദേശം ക്രിസ്തു അവർക്ക് നൽകിയിട്ടുണ്ട്. First of all, when the people see this, what they ought to do is something which is reminded here. അതിന് മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് 21-ാം അധ്യായത്തിൽ നമുക്ക് വായിച്ചും പഠിക്കുവാൻ ക്രിസ്തു അത് നമ്മെ ഉണർത്തിയിരിക്കുന്നത്. Three important things that we can study is something that we can read in Luke's Gospel chapter 21. ഇതൊക്കെ കാണുമ്പോൾ ലോകത്തിലെ മനുഷ്യർക്ക് എന്ത് സംഭവിക്കും എന്നതായ പ്രവചന ഭാഗവും ആ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. We can also see the prophecies as to what would happen to mankind during this time. ഒന്നാമതായി 21-ാം അധ്യായത്തിന്റെ 28-ാം വാക്യവും, First of all, Luke chapter 21 chapter verse 28, 21-ാം അധ്യായത്തിന്റെ 34-ാം വാക്യവും and the same chapter verse 34. 21-ന്റെ 36-ാം വാക്യം നാം വായിക്കുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ക്രിസ്തു വെളിപ്പെടുത്തിയിട്ടുണ്ട്. And 21:36 also three important things of the Lord Jesus Christ is mentioned. ഒന്നാമത്, നാം നിവർന്ന് നമ്മുടെ തലകളെ ഉയർത്തേണ്ടതാകുന്നു എന്ന് 21-28-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. Verse 21 and 28 is mentioned that we need to be lifting our heads up to see as to what is happening. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to His holy name. എന്തുകൊണ്ട് ക്രിസ്തു ഇത് ഊന്നൽ കൊടുത്ത് ഈ മൂന്ന് വിഷയങ്ങൾ ഓർമ്മിപ്പിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് വിശുദ്ധമായി ചിന്തിക്കുവാനുള്ള സമയമില്ല. എന്നാൽ ഒന്നാമത്തെ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുവാൻ താല്പര്യപ്പെടും. We don't have enough time wherein we can meditate into all this in detail, but the first aspect of this is something which I would want to remind. ഇന്നത്തെ സഭയുടെ അവസ്ഥ എന്ന് പറയുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഒരു കൂണിയായ സ്ത്രീയെ പോലെ മനുഷ്യൻ നിവർന്ന് നോക്കുവാൻ കഴിയാതെ ഭൂമിയിലേക്ക് ലോകത്തിലേക്ക് ചിന്ത പതിപ്പിക്കുന്നതായ ഒരു അവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. We can see in that particular verse that the lady who was bent, who was not able to
look into the heaven, that is the sort of situation that is seen in the world today. അല്പം പോലും തനിക്ക് നിവറുവാൻ കഴിയുന്നില്ല. Not a little bit was she able to raise herself. അതേ സ്വർഗത്തിലേക്ക് നോക്കുവാൻ കഴിയാത്തതായ ഒരു അന്തരീക്ഷം ഇന്ന് ലോകത്തിൽ ദൈവമക്കളുടെ ഇടയിലും കുഞ്ഞുങ്ങളുടെ ഇടയിലും അങ്ങനെയുള്ളതായി ചിന്താഗതിയെ ശത്രു കൊണ്ടുവന്നിട്ടുണ്ട്. They are not able to look into the heaven. That is the sort of situation that we see in the church today, in the lives of people and also in the life of the children. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതേ സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യൻ നോക്കരുത്, അവന്റെ ആത്മീകമായ കണ്ണുകൾ തുറക്കരുത് എന്നുള്ളതാണ് ശത്രുവിന്റെ ആയുധമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. The weapon of the enemy is that under no circumstance man should be able to look into God or towards heaven. ഒരു ദൈവഭക്തൻ ഇതേക്കുറിച്ച് ഈ വചനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയ്ക്ക് നിഴലായിട്ട് അദ്ദേഹം സംബോധന ചെയ്തിട്ട് പറയുകയുണ്ടായി. ഈ സ്ത്രീ എന്ന് പറയുന്നത് ദൈവസഭയാണെങ്കിൽ ഇന്നത്തെ സഭയുടെ അവസ്ഥ ഭൂമിയിലെ കാര്യങ്ങളാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. A saint, when he gives a description of this, a woman is compared to the church, and the church situation is that they are not able to look into the blessings that comes from heaven, or they are able to raise their head to see what's coming from heaven. ലോകത്തിലെ നന്മകൾ, ലോകത്തിലെ അനുഗ്രഹങ്ങൾ, ലോകത്തിലെ സ്ഥാനമാനങ്ങൾ, ലോകത്തിൽ വിദ്യാഭ്യാസത്തിൽ ഉന്നത പാതെങ്കിൽ ആ പഠനം നേടുന്നതായ അവസ്ഥയിൽ കുഞ്ഞുങ്ങളുടേതായ മനസ്സിനെ ശ്രദ്ധ തിരിച്ച് ലോകത്തിലേക്ക് ശത്രു തിരിച്ചുകൊണ്ടിരിക്കുന്നു. For to achieve lot of blessings in this earth, to be well off as far as your personal life is concerned, and your mind has been taken distorted from the kingdom of God. എങ്ങനെങ്കിലും ഈ ലോകത്തിൽ ഒരു ഉന്നത ജോലി ലഭിക്കണം, ഉന്നത പദവിയിലേക്ക് കടന്നു വരണം, ഏതെങ്കിലും ഒരു രാജ്യത്തിൽ ചെന്ന് രക്ഷപ്പെടണം എന്നൊക്കെയാണ് ഇന്നത്തേതായ ആധുനികമായ ലോകത്തിൽ മനുഷ്യൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. In the modern world, what people think is they would want to migrate to another country, and they would want to get a good job, and they would want to be earthly in a blessed situation. ഇത് ഒരിക്കലും തെറ്റല്ല. എന്നാൽ ലോകത്തിലേക്ക് മാത്രം ഒരു ദൈവവേദന ശ്രദ്ധ പതിപ്പിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ഈ തിരുവെഴുത്തിനെ ആസ്പദമാക്കി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. That is not incorrect that you should do that, but the word of God would want to clarify to you that your focus should not be exclusively on towards the worldly things. അപ്പോസ്തലന്മാർ പുതിയ നിയമസഭയ്ക്ക് കൊടുത്ത ഉപദേശം എന്തായിരുന്നു? What was the pre-teachings that the apostle gave to the New Testament church? കൊലോസ്യർക്ക് ലേഖനം 3-ാമധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ Colossians 3rd chapter, when we read verse 1 and 2, അപ്പോസ്തലൻ പറയാണ്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. your apostle says that not to think of what is on the earth, but you should be able to think of what is in heaven. ഈ ഭൂമിയിലുള്ളത് അതേ നാം ചിന്തിച്ചുകൊണ്ട് കടന്നുപോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് തിരുവെഴുത്തിൽ കൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. If you concentrate on things of what is on the earth, why you will not be able to receive the blessings from heaven is something which you need to understand from the word of God. 3-ാമധ്യായത്തിന്റെ 1-2 വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ പൗലോസ് അത് വ്യക്തമായി തരുന്നുണ്ട്. Saint Paul in 3rd chapter verse 1 and 2, very clearly and precisely it is mentioned there. ഉയരത്തിലുള്ളത് ചിന്തിക്കേണ്ടവർ ഭൂമിയിലുള്ളതും ഈ ലോകത്തിലുള്ളതും ചിന്തിപ്പിക്കുന്നതായ ആ ശക്തി മനുഷ്യനെ ഇന്ന് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. If you are, instead of thinking about the blessings that got to come from heaven, but here we see people are only looking into the blessings that they can get from the earthly things. അങ്ങനെയുള്ളതായ ഭൂമിയിലെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുമെന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമധ്യായത്തിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ അതിൽ ഒരു ന്യായവിധി ഉണ്ടാകുന്നു, സകലതും നശിച്ചു പോകുമെന്ന് പൗലോസ് പറയും. Philippians 3rd chapter verse 19, it's mentioned very clearly that because of this there is going to be a judgment and everything would be destroyed. നമ്മെ ലോകത്തിലുള്ളതായ കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാനാണ് ശത്രു ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. Satan is mightily striving hard wherein that he'll be able to distort our mind toward things of this world. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ലോകത്തിന് വേണ്ടി ഭൂമിയിലുള്ളതാ അല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണമെന്ന് പറയുകയുണ്ടായി. Therefore St. Paul says, not things of this world, but you should be able to think of things what you get from heaven. എന്നാൽ ക്രിസ്തു ഒരു മുന്നറിയിപ്പ് നൽകിയതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, if you ask as to why was this given as a precaution by our ഈ Lord, അവസാന കാലഘട്ടങ്ങളിൽ മനുഷ്യൻ ഭൂമിക്കുള്ളത് ചിന്തിക്കും എന്നുള്ളത് ക്രിസ്തുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. Jesus Christ knew very well that towards the last days people would only think of what they can get from this earth. മനുഷ്യന്റെ ശ്രദ്ധയെ ലോകത്തിലേക്ക് ഭൂമിയിലേക്ക് വലിച്ച് എടുക്കുവാൻ അല്ലെങ്കിൽ തിരിക്കുവാൻ വേണ്ടി ശത്രു പല ആധുനികമായ കണ്ടെത്തലുകൾ മനുഷ്യന്റെ മുൻപിലേക്ക് കൊണ്ടുവരുന്നു. For to distort the mind of men, we see Satan has brought in very modern finding and inventions these days.
പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടേതായി ശ്രദ്ധ ആകർഷിക്കുന്നതായ പലതും ഇന്ന് ആധുനികമായി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. We can see in this modern world various things which is distorting the minds of the children, taking them away. കൊച്ചു കുഞ്ഞുങ്ങളുടേതായി ശ്രദ്ധ പോലും അതേ ലോകത്തിലേക്ക് തിരിക്കുന്നതായ പല ആധുനികമായ കണ്ടെത്തലുകളാണ് ഇന്ന് നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയുന്നത്. Modern inventions that we see today are things which is even distorting the minds of the little children. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to his holy name. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിക്കണമെന്ന് പൗലോസ് പറഞ്ഞപ്പോൾ, When St. Paul says not things of this world but things of heaven, മനുഷ്യന്റെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്നതായി തിരിക്കുന്നതായി ശക്തികൾ ഇന്ന് ലോകത്തിൽ ഏത് വിധത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളോട് ദൈവമക്കളോട് പോരാടുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. the distortive powers of this world which distorts the minds of the children and takes them to the world are a few things which I would want to remind you from the word of God. ഒന്നാമത് യെശയ്യാ പ്രവചനം 59 അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, Isaiah 59 chapter verse 5 and 6 when we read, അത് ചിലന്തി വല നെയ്യുന്നതായ ഒരു ഭാഗം നമുക്കവിടെ കാണുവാൻ സാധിക്കും. we can see as to how the spider makes a web. അവിടെ വായിച്ചാൽ അത് മനുഷ്യൻ ഒരു നെറ്റിന്റെ ഉള്ളിലേക്ക് അതേ മനുഷ്യനെ കൊണ്ടുവരേണ്ടതിന് ശത്രു എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. We can see, read and understand as to how in a net like that of a spider people are being attracted to and how they get trapped in that. നമ്മുടെ വീടുകളിലൊക്കെ ചിലന്തി വല നെയ്യുന്നത് നാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതായ ഒരു പ്രത്യേക കാര്യമുണ്ട്. When the houses we can see when the spider weaves the webs in the houses as to how it is done. ചത്തുപോയതിനല്ല പിടിക്കുവാൻ വേണ്ടിയല്ല വല നെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവനുള്ളത് എവിടെങ്കിലും അതിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചിലന്തി ആ നെറ്റ് വളരെ വേഗത്തിൽ അത് വൈബ്രേറ്റ് ചെയ്യുന്നത്, അതിനെ പിടിച്ച് കുലുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. This particular cobweb is not made to catch dead things, but when a live things gets close to that, how the net starts shivering and how the spider gets onto that particular thing. ഈ ജീവനുള്ളതിനെ പിടിച്ച് ഇറയാക്കുവാൻ അല്ലെങ്കിൽ ആകാരമാക്കുവാൻ ശത്രു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. The enemy is striving hard wherein this lively foodstuff could be taken to be had for himself. അതിനുവേണ്ടിയാണ് ഈ നെറ്റിന്റെ സംവിധാനം ശത്രു ഒരുക്കി വെച്ചിരിക്കുന്നത്. It is therefore that this web or this net has been made for. ചില വർഷങ്ങൾക്ക് മുൻപായിട്ട് ഇതിനെ സംബന്ധിച്ചുള്ളതായ ചില പഠനങ്ങൾ നടന്നപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന 1-2 കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് രാത്രി തിരിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. The study concerning this which was done few years back, I would want to remind you from the word of God. നമുക്ക് എല്ലാവർക്കും നെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതും അനേകർ ഉപയോഗിക്കുന്നതായ ഒരു മാധ്യമമാണല്ലോ എന്ന് ഞാൻ ഇന്ന് രാത്രി ഓർമ്മിപ്പിക്കട്ടെ. I would want to again remind you about the fact that internet is something that we all make use of in this modern days. എന്നാൽ USA-ല് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയ സിലിക്കൺ വാലിയിലുള്ളതായ ആ ഓഫീസിൽ ജോലി ചെയ്തതായ 3 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു എന്നുള്ളത് ലോകത്തെ ഞെട്ടിപ്പിച്ചതായ ഒരു സംഭവമാണ്. But those scientists who are working in Silicon Valley and their findings which they had made known to the people is something which is terrifying. പുതിയ ആപ്ലിക്കേഷൻ തയ്യാറാക്കാനും മനുഷ്യനെ ആകർഷിക്കുവാനും ഇന്നത്തേതായ തലമുറകളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും വേണ്ടതായ ചില ഡിസൈൻസുകൾ അവർ നിർമ്മിക്കുവാൻ വേണ്ടി ലോകത്തിൽ അറിയപ്പെടുന്നതായ ചില വ്യക്തികളെ അതിനായിട്ട് അവർ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. We can understand that certain people were actually made ready wherein they would be able to make devices that would bring about this sort of an activity and that would bring about deception in the life of many. അതിനുവേണ്ടി അവർക്ക് കോടിക്കണക്കായ പണം ശമ്പളമായിട്ട് അവർ കൊടുക്കുന്നു. And for that they were paying them in crores of money. ഇതിൽ നിന്ന് അവരുടെ മനസ്സ് വേദനിച്ച് ലോകത്തിൽ കുഞ്ഞുങ്ങൾ തലമുറകൾ നശിച്ചു പോകുന്നുവല്ലോ എന്ന് വേദനിച്ച് പുറത്തു വന്നതായി ചില വ്യക്തികളുടെ റിപ്പോർട്ടാണ് ഞാൻ ഈ തിരുവെഴുത്തിൽ ഈ സമയത്ത് 1-2 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. And with that great pain that they had within themselves, that these are the things that is going to destroy the children, and the findings that they gave is something that which I would want to remind you. മനുഷ്യന്റെ മനസ്സിനെ ചിന്താഗതികളെ വിവേചിച്ച് പഠിച്ചതായ ചില സയന്റിസ്റ്റിനെ പോലുള്ളതായ വ്യക്തികളാണ് അവിടെ ഉന്നത പദവിയിൽ ആയിരുന്നത്.
ചെയ്തത്. And those people, they were the ones who were able to study the mind of people, and they were researching on various things concerning the mind of man. അതെ, അവരുടെ ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിലേക്ക് മനുഷ്യനെ എപ്പോഴും അവന്റെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് എപ്പോഴും അവൻ ബിസിയായി ഇതിനകത്ത് തന്നെ ഇരിക്കണം എന്നുള്ള ആകർഷണമായ ആപ്ലിക്കേഷൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. And what were they trying to invent was, how is it possible that the mind or the attention of mankind or children could be diverted towards this, wherein they would be stuck in that. മനുഷ്യന്റെ സമയത്തെയാണ് ഒന്നാമതായിട്ട് ശത്രു അല്ലെങ്കിൽ വിഴുങ്ങുന്നത്, അതിനെയാണ് അവൻ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്. First of all, it is the time of man which Satan wants to devour and would want to drive them away from that. എഫേസ്യർക്ക് ലേഖനം 5:16 വാക്യം വായിക്കുമ്പോൾ സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്ന് പൗലോസ് പറയുമ്പോൾ, Galatians 5th chapter verse 16, when St. Paul says time has got to be made use of in the most upright way. ഇന്ന് പല കുഞ്ഞുങ്ങളുടെയും സമയത്ത് ഇന്റർനെറ്റും മറ്റുള്ളതായ മാധ്യമങ്ങളും മോഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നത്. It is indeed very pathetic that the time that our children spend before this is something which brings them out into a destructive situation. അവരുടെ കണ്ടെത്തൽ ഒന്നാമത്തെ ഭാഗം അല്ലെങ്കിൽ ഒന്നാമത് അവരുടെ ശ്രദ്ധയെ തിരിക്കുവാൻ എപ്പോഴും ഇതിനകത്ത് തന്നെ ആയിരിക്കുവാൻ തക്കതായ രീതിയിലേക്ക് അതിനെ എപ്പോഴും ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. From their findings it has been very clear that how is it that the children should be distorted and their time can be made use of the way in which they would be brought to destruction. രണ്ടാമതായി അവർ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ തലച്ചോർ, അവന്റെ ബ്രെയിന് പൂർണ്ണമായിട്ട് ഇതിലേക്ക് തിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഡിസൈനിങ്ങിന്റെ മറ്റൊരു ഭാഗം. And secondly, this particular apps are so designed that how the brain of an individual could be totally diverted towards that. അതുകൊണ്ടാണ് പല കുഞ്ഞുങ്ങളും ഇതിൽ അടിമപ്പെട്ടിട്ട് അവന്റെ ബുദ്ധി പോലും വല്ലാത്ത അവസ്ഥയിലേക്ക് തിരിഞ്ഞു പോകുന്നു. അവർ മൊത്തത്തിൽ ഇതിനകത്താണ് അവന്റെ മനസ്സും അവന്റെ ചിന്തയും അവന്റെ സകലതും ഇതിലേക്ക് അവൻ കേന്ദ്രീകരിക്കുന്നു. It is therefore the children are totally diverted towards that, and they concentrate into that, and they are totally involved, and their minds and the minds are totally into that very thing. ഇങ്ങനെ ഓരോ ഭാഗങ്ങളും മനുഷ്യന്റെ ശ്രദ്ധയെ തിരിക്കേണ്ടതിന് ഒന്നിന്റെ പിന്നിൽ ഒന്നായിട്ട് ആകർഷിക്കുന്നതായി പുതിയ പുതിയ ആപ്ലിക്കേഷൻ അതിനകത്ത് വരുന്നു. ഒന്ന് തീരുമ്പോൾ മറ്റൊന്നിലേക്ക് അവിടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്നു. In this way we can see that various new applications are invented wherein they would want to distort children, and their minds are diverted completely away from ഈ that. ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്നത് മനുഷ്യനെ അല്ലെങ്കിൽ ഒരു അഗാധ കൂപത്തിലേക്ക്, അഗാധ കുഴിയിലേക്ക്, ചുഴിയിലേക്ക് കൊണ്ടുപോകുന്നതായ ഒന്ന് എന്നുള്ളതാണ് അവരുടെ അവസാനത്തെ കണ്ടെത്തലുകൾ. The digital world is something that towards the final finding that they've had is that the children are brought into the dungeons of this world and they are totally destroyed. അതിൽ ഒരു വ്യക്തി ആദം ആൾട്ടർ എന്ന് പറയുന്നതായ ഒരു വ്യക്തി താൻ ഒരു ബുക്ക് അത് രചിക്കുവാനിടയായി തീരുന്നു. Adam Alpha is one of the persons who was able to write a particular book concerning this. ഇർറെസിസ്റ്റബിൾ എന്നാണ് അതിന്റെ ബുക്കിന്റെ പേര്. And the name of that is Irresistible. അത് എതിർക്കുവാൻ കഴിയാത്തതായ അവസ്ഥയിലുള്ളതായ ചില അത് വ്യക്തമായ കാര്യങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. And in that he has very clearly mentioned about certain things from which one cannot escape. അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിൽ അടിമപ്പെടുന്നതായ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ സ്നേഹം എല്ലാം നഷ്ടപ്പെടുത്തുന്നവരായി മാറുന്നു. And what they've been able to understand from that is that by being subdued by this, their love towards their parents and their house is something which is taken away. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to his holy name. അതിലുള്ളതായ മറ്റൊരു വ്യക്തി അതിനെക്കുറിച്ച് പറയുമ്പോൾ റോബർട്ട് എന്ന് പറയുന്നതായ ഒരു സയന്റിസ്റ്റ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, and concerning that another scientist by name Robert, what did he mention? ഈ കുഞ്ഞുങ്ങളുടേതായ ഫേസ്ബുക്കും മറ്റുള്ളതായ മാധ്യമങ്ങൾ അവർ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ, when the children they use various applications and they Facebook in this way, അവരുടെ ഫോട്ടോ മറ്റു എന്തെങ്കിലും കാര്യങ്ങൾ അവർ ഫേസ്ബുക്കിലോ മറ്റിലിടുമ്പോൾ അവർക്ക് ലൈക്ക് കിട്ടാറുണ്ട്. and they would be getting likes when they put their photos in this Facebook. അനേക സബ്സ്ക്രൈബർ അവർക്ക് കിട്ടുന്നുണ്ട്. and they get a lot of subscribers. ഓരോ ദിവസവും അത് എടുത്തവർ നോക്കുന്നതായ സമയത്ത്, and each and every day when they take that and when they see that, ഡോപ്പോമൈന എന്ന് പറയുന്നതായ ഒരു ഹോർമോൺ
അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. There's another, the hormone which is generated in their minds, that is also being raised. അത് മനുഷ്യനെ അധികമായി സന്തോഷിപ്പിക്കുന്നതായ ഒന്നാണ്. And that is something which brings man into joy. വീണ്ടും വീണ്ടും അത് കിട്ടുമ്പോൾ വീണ്ടും അവർ പുതിയ പുതിയ കാര്യങ്ങൾ അതിലേക്ക് അവർ ഇറങ്ങിച്ചെല്ലുന്നു. Again and again when they explore into that, they are able to get many more new things from എന്നിട്ട് that. ആ സയന്റിസ്റ്റ് പറയുകയാണ് അവസാനമായി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. And what does the scientists say towards the end? What is going to happen to them? മനുഷ്യന്റെ നീറോസെല്ല് അതെങ്കിൽ ചത്തുപോകുകയും അവസാനം അവൻ ഒരു വിഷാദ രോഗിയായിട്ട് അവൻ മാറും എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ. Man's neurocell will finally come to an end, or it dies off, and they would reach a situation where they become insane. ഇതെല്ലാം മനുഷ്യനെ ആകർഷിക്കുവാൻ ശത്രു ഒരുക്കിയതായ വലിയ ഒരു ശക്തിയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. These are all the powerful work of Satan, wherein man is induced towards that. എന്നിട്ട് ആ അവസ്ഥയിൽ കുഞ്ഞുങ്ങൾ അതിനകത്ത് അഡിക്റ്റായി പോകുമ്പോൾ And when the children, they get addicted to all these things, അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചും അവർ ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. what is going to be happening to their life is also, they have been also cautioning about that. ഒന്നാമതായിട്ട് അവർക്ക് ദൈവത്തെ ആരാധിക്കുവാനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുവാൻ കഴിയാതെ അവരുടെ മനസ്സും ചിന്തയും ശത്രു തിരിച്ചു കളയുന്നു. First of all, they will not be able to worship God, neither will be able, they will be able to study, and their minds would totally be distorted. രണ്ടാമത് അവർ ഒരു പ്രത്യേക രോഗത്തിന് അവർ അടിമയായി മാറുകയാണ്. And secondly, they would get a particular sickness in their life. ആ രോഗത്തിന് അവർ അടിമയായി തീരുമ്പോൾ അത് വൈദ്യന്മാർക്കോ മറ്റാർക്കോ ആ രോഗത്തെ മാറ്റുവാൻ കഴിയുന്നതേ അല്ല. And when they are affected by that sickness, there are no doctors who can bring about healing in their life. അവസാനമായി അവർ ഒരു വിഷാദ രോഗികളായി മാറുന്നു. And towards then they would become psychiatric ആരോടും patients. യാതൊരു സംസർഗവും ഇല്ല. They have no relations with anyone whatsoever. മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ ഒരു സംസർഗവും ഇല്ല. They have no relationship with the church or with ഇന്ന് anybody അനേക else. വീടുകളിൽ പല മുറികൾ ഉണ്ടെങ്കിലും ഓരോ മുറിയിലാണ് അവർ താമസിക്കുന്നത്. അവർ ഒരുമിച്ചുള്ളതായ യാതൊരു സംസർഗമോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. Today there are many rooms in your house, but they are all contained within one room. They are in a situation wherein they don't interact with each other at all. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to His holy എന്നിട്ട് name. അവരുടെ കണ്ടെത്തലിൽ അവർ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഭയാനമായ കാര്യം ഇങ്ങനെയുള്ളതായി കുഞ്ഞുങ്ങൾ എപ്പോഴും അവർ വയലന്റ് ആകുന്നവരായിരിക്കും. അവർ പറയുന്നതിന് എതിർ പറയുന്നവരും അതിനെ പ്രതികരിക്കുന്നവരുമായി അവർ മാറുകയാണ്. From their findings, we have been able to understand that these children, they become very rebellious, and they get into anger, and there will be a situation wherein they cannot be controlled at all. അവർ മാതാപിതാക്കളുടെയോ മറ്റുള്ളവരുടെ ഉപദേശം ഒരിക്കലും സ്വീകരിക്കുവാൻ അവർക്ക് താല്പര്യമില്ലാത്തവരായി മാറുന്നു. They are not desirous of accepting the advices of their parents. അവർക്ക് തന്നെ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും വിടുതൽ പ്രാപിപ്പാൻ കഴിയാതെ അതിന്റെ ഉള്ളിലേക്ക് ആ ചുഴിയിലേക്ക് അവരെ ശത്രു കൊണ്ടുപോയി കഴിഞ്ഞു. They have a desire to be freeing themselves from that, but they are in a situation wherein they cannot free themselves, and they get trapped in that. അതിന്റെ ഫലമായിട്ട് അവർ ലോകത്തിലുള്ള ആഡംബരത്തിലേക്ക് ലോകത്തിന്റെ രീതിയിലേക്ക് അവരുടെ ശ്രദ്ധയെ ശത്രു കേന്ദ്രീകരിക്കുന്നു. And because of that, they get into the fashions of this world, and they get into this world, and the worldliness overshadows them. തിരുവനന്തപുരത്ത് നന്ദൻകോടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു യുവാവ് അടിമപ്പെട്ടതായ ഒരു കാര്യത്തെ സംബന്ധിച്ച് ചില വർഷങ്ങൾക്ക് മുമ്പേ നാം പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്. In Trivandrum, in നന്ദൻകോട് in Trivandrum, in Nandangod, a particular place, I have read about an individual who was affected by this and the situation in which he was. സാത്താനിയ സംഘടന എന്ന് പറയുന്ന ഒരു സംഘടന ലോകത്തിൽ പല സ്ഥലങ്ങളിൽ വ്യാപകമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. Satanic group is another group which is being spread in and around the world. ഈ സാത്താൻ ലോകത്തിൽ പലയിടങ്ങളിലും തന്റെ വല വിരിച്ചു വെച്ചിരിക്കുകയാണ്. This Satan has put a web in various parts of this world. പ്രത്യേകിച്ച് ആത്മീകരായി കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടിയുള്ളതായ ആധുനികമായ കണ്ടെത്തലുകൾ മാത്രമല്ല മറ്റുള്ളതായ അതേ മോഡലുകൾ ഡിസൈനുകളിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധയെ ശത്രു തിരിച്ചുകൊണ്ടിരിക്കുന്നു. Not only taking the children away from the presence of God and godliness, also their minds are being distorted in various ways that they can take them away from God. അവർക്ക് തന്നെ പ്രത്യേകമായിട്ടുള്ളതായ ചില വസ്ത്രധാരണകളുണ്ട്. They have got peculiar dressings as far as their life is concerned. അവരുടേതായ തലമുടി വെട്ടുന്നത് പ്രത്യേകമായ ഒരു രീതിയുണ്ട്. ആ രീതിയിൽ അവർ തലമുടി വെട്ടുന്നു.
they have got different ways wherein they have got a haircut, and that way we see them cutting their അത് hair. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അങ്ങനെയുള്ളതായ അനുഭവമാണ് ഇന്നത്തെ ആധുനിക ലോകത്തിൽ ഇഷ്ടമായി തീരുന്നത്. In this modern world, that is something that is fascinating both the boys and the girls. നമ്മൾ ഇവിടെ നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മോഡേൺ ആയിട്ടുള്ളതായ സലൂണൊക്കെ പല സ്ഥലങ്ങളിലും അതിന്റെ പരസ്യങ്ങളൊക്കെ നമുക്ക് കാണാം. In Kerala also we can see various saloons where there are various models of this kind being placed. അതിനകത്ത് അവരുടെ കയ്യിലുള്ളതായ ആൽബത്തിലുള്ളതായ ഏത് മോഡലും ഏത് ഡിസൈനിലും അത് മുടി വെട്ടിച്ചു കൊടുക്കും എന്നുള്ളതായ ചിത്രം അവിടെ വരച്ചിട്ടിട്ടുണ്ട്. And there are also pictures displayed outside as to the different ways in which their hair could be designed. എന്തുകൊണ്ട് ഇത് ഞാൻ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, Why is it that I am reminding you this thing is? ഇതിനെ സംബന്ധിച്ച് ഞാൻ പഠിക്കുമ്പോൾ സാത്താനിയ ഡിസൈനിങ് എന്ന് പറയുന്നതായ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. I am mentioning this only because there is a satanic designers who work behind this. ഇത് ദൈവവചനത്തിന് വിരുദ്ധമായി ഉയർന്ന ശക്തികളാണ്. These are against the word of God, and this is high powers. ദൈവമക്കളുടെ അനുഗ്രഹങ്ങളെ കുഞ്ഞുങ്ങളുടെ നന്മയെ കവർന്നെടുക്കുന്ന ദുഷ്ടശക്തിയാണ്. The powers of God and our children are being gnawed, and these are the evil powers that are deceiving them. നമ്മളൊക്കെ വിചാരിക്കും ഇത് ഒരു സാധാരണ കാര്യമാണ് എന്ന്. We might think that this is an ordinary thing. ഒരു 10-12 വയസ്സ് പ്രായമുള്ളതായ ഒരു കുട്ടിയുടേതായ ദാരുണ്യമായ അന്ത്യത്തെ സംബന്ധിച്ച് നാം പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരിക്കാം. We must have read about a situation of a young boy who was 10 or 12 years old. അവൻ ഇതുപോലുള്ളതായ ഒരു ഹെയർ സ്റ്റൈൽ മുടി വെട്ടിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. എന്നാൽ പിതാവ് അത് തടഞ്ഞു. മുഖാന്തരമായി അവൻ ആത്മഹത്യ ചെയ്തു. He was desirous about fashioning his head in one of these ways, and when his father put a hindrance, he put an end to his life. നിങ്ങൾ പത്രങ്ങളിൽ വായിക്കുമ്പോൾ മോഷ്ടാക്കളും മറ്റുള്ളതായ ഓരോ ദുഷ്പ്രവൃത്തികൾ ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യനെ വളരെ ചെറിയ പ്രായത്തിലുള്ളവരെ പിടികൂടുന്ന ചിത്രം നമ്മൾ പത്രത്തിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. We are always reading the newspapers as to how these sort of things happen, and we are able to know from the newspapers. സംശയം ഉണ്ടെങ്കിൽ നാളെ തൊട്ട് പത്രങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ അവരുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ രൂപങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമേ എന്ന് ദയവായി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. If you are still in doubt, I would request you to read the newspapers, and you will be able to see various things concerning this. എൻ്റെ കയ്യിൽ ഒരു പ്രത്യേകമായ തലമുടി വെട്ടുന്ന ഡിസൈൻ്റെ ചിത്രം എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കാണാം. In my hand you can see a few pictures, the way in which different haircut is done. ഏകദേശം 7 രീതിയിലുള്ളതായ ചിത്രങ്ങളാണ് ഇതിനകത്ത് പതിപ്പിച്ചിരിക്കുന്നത്. In this picture there are 7 different hairstyles you can see. എന്നാൽ അതിനകത്ത് ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് നരകത്തിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞ് ഒരു തലമുടി വെട്ടുണ്ട്. അത് സാത്താനിയ ഏറ്റവും അത് അഗാധ കൂപത്തിലേക്ക് തള്ളിക്കളയുന്ന ദുഷ്ടശക്തി മനുഷ്യനിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവന്റെ മനസ്സ് തിരിഞ്ഞു പോകുന്നവർ ചെയ്യുന്ന പ്രവൃത്തികളാണ്. And there's also one picture where you see that the head of the man is revolted, wherein he gets into the experience of the hell, and he gets into the hellish experience. നമ്മൾ വിചാരിക്കും ഒരു തലമുടിയല്ലേ ഇങ്ങനെ വെട്ടിയാൽ എന്താണ്, ഈ അച്ചായമാർക്ക് പണിയൊന്നും ഇല്ലാതെ അവരൊക്കെ പറയുന്നു അത് വേണ്ട ഇത് വേണ്ട, ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താണ്, ദൈവത്തിന് സ്തോത്രം, അല്പം ഒരു സൈഡ് കൂടുതൽ മുടി മാറ്റുന്നത് കൊണ്ട് അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നത് കൊണ്ട് എന്താണ്, അല്പം ഉയർത്തി വെക്കുന്നത് കൊണ്ട് എന്താണ്, ഇതെല്ലാം ശരിയാണ് എന്ന് വിചാരിച്ചാലും ഇതിന്റെ പിന്നിൽ ഇതിന്റെ ഡിസൈൻ ചെയ്യുന്നത് ഒരു സാത്താനിയ ശക്തിയാണെങ്കിൽ അതിന് നീ വിധേയപ്പെടുമ്പോൾ ദൈവ സാന്നിധ്യം നിന്നിലും നിന്റെ ജീവിതത്തിലും നിന്റെ ഭവനത്തിലും നിന്റെ കുടുംബത്തിൽ നിന്ന് നീങ്ങിപ്പോകുമെന്നുള്ളതിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. You might be under the impression that a bit of haircut maybe you are going to be cutting a little more to one side or cutting less to another side. What does this difference make? But you should understand the fact that all these things are which is going to divert you and it's going to take you to hell. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഴയ നിയമത്തിൽ നിന്ന് 2 തിരുവചനങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. With reference to this from the Old Testament, I would want to remind 2 verses. 1-2 സമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായവും ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, First of all, 2 Samuel chapter 9 and Deuteronomy 23rd chapter. ദാവീദിന്റെ ബാല്യക്കാരെ പിടിച്ച് അവരുടേതായ തലമുടിയും താടിയും പകുതി എടുത്തു മാറ്റിയിട്ട് ദാവീദിന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചതായ ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് കാണാം. We can see about an individual wherein the beard of an individual was short cut and he was sent to David.
അത് ആരാണെന്ന് പത്താമത്തെ ആയത്തിന്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ രാജാവിന്റെ പേര് മാത്രം ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. അതിന്റെ 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ഒന്ന് വായിച്ചാട്ടെ. 10 chapter verse 2 and 3, second verse, the last portion you may read. വായിക്കാം. അവന്റെ അപ്പനെ കുറിച്ച് അവനോട് ആശ്വാസവാക്ക് പറവാൻ തന്റെ ഭൃത്യന്മാരെ പറഞ്ഞയച്ചു. വായിക്കേ. ഹാനൂൻ ദാവീദിന്റെ ഭൃത്യന്മാരെ പിടിച്ച് അവരുടെ താടിയെ പാതി ചിരപ്പിച്ച് അവരുടെ അങ്കികളെ നടുവിൽ ആസനം വരെ മുറിപ്പിച്ച് അവരെ അയച്ചു. ദാവീദ് രാജാവ് ഇത് അറിഞ്ഞപ്പോൾ ആ പുരുഷന്മാർ അമ്മോൻ പുത്രർ ദേശത്തിലേക്ക് അവർ വന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. We can see that the Ammon children, they came to that place. ആ ദേശത്തിലേക്ക് അവർ വന്നപ്പോൾ after they came to that അവർക്ക് place, സംഭവിച്ചതായ സംഭവത്തെ സംബന്ധിച്ച് നമുക്ക് കാണുവാൻ കഴിയും. what happened there is something that you can see. ഇവരെ സംബന്ധിച്ച് തിരുവെഴുത്തിൽ പറയുന്നത് അവർ ശപിക്കപ്പെട്ടവരാണ്. അവർ ദൈവത്തിന്റെ ആലയത്തിലേക്ക്, ദൈവത്തിന്റെ സഭയിലേക്ക് ഒരിക്കലും അവർക്ക് കടന്നു വരുവാൻ കഴിയാതെ അവർ വിളക്കപ്പെട്ടവരാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. Concerning them it is mentioned that they're the cursed ones and they are the ones who were forbidden to even come to the church. എന്താണ് അതിന്റെ കാരണമെന്ന് ഇവിടെ നാം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. What is the reason behind that is something we can understand when we read from the word of God. അവർക്ക് ദാവീദിന്റെ മുൻപിൽ പോയി നിൽക്കുവാൻ കഴിയാത്തവരായി അവർ ലജ്ജിതരായിരുന്നു എന്ന് നമുക്ക് കാണാം. They were not able to go and stand before David and they were in a shameful situation. ഒരു സാധാരണ രാജാവിന്റെ മുൻപിൽ പോയി നിൽക്കുവാൻ അവർ ലജ്ജിച്ചു പോയെങ്കിൽ they were ashamed to go and stand before an ordinary king. കർത്താവായ യേശുവിന്റെ മുൻപിൽ എങ്ങനെയാണ് ഒരു മനുഷ്യന് പോയി നിൽക്കുവാൻ കഴിയുന്നത്? How can one go and stand before our Lord Jesus Christ? നമ്മെ പിന്തിരിപ്പിക്കുന്ന ഈ ശക്തിയെ ഇന്ന് രാത്രികാലം നാം ജയിക്കുവാനായിട്ട് ചില തിരുവെഴുത്തുകളെ ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. For us to where these powers are distorting us and to save you from that, I would want to again remind you certain verses. കുഞ്ഞുങ്ങൾ ഇതെല്ലാം ഒന്ന് എഴുതിയെടുത്താൽ നിങ്ങൾക്ക് അത് പ്രയോജനമായിരിക്കും. Children, they are requested to write down these verses for yourself and that will benefit നമ്മെ you. ലോകത്തിലേക്കും ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ പോരാടുന്ന ഈ ശക്തിയെ നമുക്ക് എങ്ങനെ ജയിക്കാം? In this world, the power that is going to take us away from our Lord, how can you be victorious over that? ഒന്നാമതായി കർത്താവായ യേശു പറഞ്ഞതായ ആ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. First of all, I would want to bring your attention about what our Lord Jesus Christ has mentioned ലൂക്കോസ് എഴുതിയ concerning this. സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ Luke's Gospel 15 chapter verse 17 when we read, തന്റെ തെറ്റിനെ അത് അംഗീകരിക്കുന്നതായ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകണം. you should have an experience wherein you will be able to accept your faults. ഇന്ന് രാത്രികാലം നിന്നെ ദൈവത്തിൽ നിന്ന് അകത്തുന്നതായ ഈ സ്വഭാവത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. Spirit of the Lord is working here wherein you would be able to save yourself from this power that's working against you. ഒരു 2 മിനിറ്റ് നമ്മുടെ കണ്ണുകളെ അടച്ച് നാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പോകുന്ന സമയമാണ്. This is the time that you're going to be closing your eyes and you're surrendering yourself to God. കുഞ്ഞുങ്ങൾ ആരും എഴുന്നേൽക്കരുത്. ആ എഴുന്നേൽക്കുന്ന കുട്ടി അവിടെ ഇരുന്നാട്ടെ. ഒറ്റ ഒരു വ്യക്തി ഇപ്പോൾ എഴുന്നേറ്റ് പോകരുത്. None of you should get up and leave this hall. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to his ഇവിടെ holy എന്താണ് name. നാം വായിക്കുന്നത്? തെറ്റിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. What is it that we read here? You should be able to understand the faults of yours. എന്താണ് ഈ അംഗീകാരം എന്ന് പറയുന്നത്? What do you understand by ഒരു these faults? നിർബന്ധം, മറ്റുള്ളവർ നിർബന്ധിച്ചിട്ടല്ല. It is not that somebody else is ഇന്ന് compelling you. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലർക്കും വിടുതൽ കിട്ടാത്തതിന്റെ കാരണം എന്താണ്? What is the reason that many of our children are not able to deliver themselves? മാതാപിതാക്കൾ നിർബന്ധിക്കുന്നത് കൊണ്ട് അവർ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്നുവെങ്കിൽ അവർക്ക് ഒരു വിടുതൽ പ്രാപിപ്പാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. If the children are coming to the presence of God only because of the compulsion of the parents, why is it that they are not able to be delivered from that? ഈ വ്യക്തി ആരും നിർബന്ധിച്ചിട്ടില്ല. This particular person was not compelled by തന്റെ anyone. ജീവിതത്തിൽ ചില അനുഭവങ്ങൾ തന്റെ ജീവിതത്തിൽ വന്നു. And in his life there were few experiences ആ that came up. അവസ്ഥ വന്നപ്പോൾ തനിക്ക് ബോധ്യമായി. And when the situation came, they were അവൻ conscious. സ്വർഗത്തോടും പിതാവിനോടും അത് പാപം ചെയ്തു എന്ന് താൻ വ്യക്തമായി താൻ ഏറ്റുപറയുകയാണ്. We see them confessing that yes, I have sinned against heaven and against my father. ഈ ഏറ്റുപറച്ചിൽ അവനെ യഥാർത്ഥമായ പിതാവിന്റെ അടുക്കിലേക്ക്, ദൈവത്തിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ സഹായമായിരുന്നു. And this confession was a very reason wherein he was able to be brought to his father. ഈ ദിവസങ്ങളിലെ യൂത്ത് മീറ്റിംഗ് നമ്മെ ദൈവത്തിലേക്ക് മടക്കി വരുത്തുന്നതായി മാറട്ടെ. Let these days, this youth meeting, let this be the days wherein you are brought back to the Lord. ഇനി നമുക്കൊരു സമയം മുൻപിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല എന്ന് ലോകം അതിന് വ്യക്തമായി സൂചന നൽകിക്കൊണ്ടിരിക്കുന്നു.
If it is asked to you that if you got time ahead, the world very clearly clarifies the fact that there is no time left ahead at all. എന്നാൽ ശത്രുവിന്റെ പിടിയിൽ ആയിരിക്കുന്നതായി കുഞ്ഞുങ്ങളെ വിടുവിക്കുവാൻ കർത്താവ് ഇങ്ങനെ ഒരു അവസരം നമുക്ക് തന്നിരിക്കുകയാണ്. But our Lord has given us an opportunity that those children who are bound by the Satan, they ought to be delivered. ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരുന്നതായി ദൈവത്തിന്റെ ശക്തി പല കുഞ്ഞുങ്ങളുടെ മേലും ഇറങ്ങി അവരെ കീഴ്പ്പെടുത്തിയ ശക്തിയിൽ നിന്ന് അവരെ വിടുവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. The power of God that was manifested here just now, that power has delivered the children. എന്നാൽ ചിലരൊക്കെ അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ കഴിയാത്തവരായി വീണ്ടും അവരുടെ മനസ്സിനെ ചിന്തകളെ ശത്രു പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. But certain of you still you have not been able to deliver yourself. Your mind has been subdued by the satanic power. എന്നാൽ ഇന്ന് രാത്രി നീ ഏറ്റുപറയാൻ തുടങ്ങുമ്പോൾ, but this night if you confess before the Lord, നീ ദൈവസന്നിധിയിൽ സമ്മതിക്കാൻ തുടങ്ങുമ്പോൾ, if you are not able to accept in the presence of God, നീ അറിയാതെ നിന്റെ കാലുകൾ നിന്റെ പിതാവിലേക്ക് ദൈവത്തിലേക്ക് അതേ ദൈവിക അനുഗ്രഹത്തിലേക്ക് ഇന്ന് രാത്രി തിരിയുന്ന ഒരു രാത്രിയാണ്. And this night is going to be a night wherein your legs are going to be bound and you're going to be brought to the presence of God. നിന്റെ സകല നഷ്ടങ്ങളെയും ഇന്ന് രാത്രി നീ മടക്കി കൊണ്ടുവരുന്ന രാത്രിയായി മാറും. All your losses that you have had in your life, this night would be a night wherein you'll be able to restore that. നഷ്ടപ്പെട്ട അഭിഷേകത്തെ ഇന്ന് രാത്രി നിനക്ക് തിരികെ പ്രാപിക്കാം. That anointing which you have lost tonight, you will be able to receive it back. എനിക്ക് ഒരു മടങ്ങി വരവ് ആവശ്യമെന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ ദയവായി നിങ്ങളുടെ വലങ്കര ഉയർത്തിയാൽ, those children who would say that yes you would want to return back to the Lord, you may please raise your right hand up. ശത്രു ഏതെല്ലാം രീതിയിൽ നിങ്ങളെ ദിശ തിരിച്ചിട്ടുണ്ടോ, the enemy which ways it is distorted you, ആരും കൈ താഴെയിടരുത്. ഞാൻ പറയുന്നവരെ കൈ ഉയർത്തി പിടിച്ചാൽ, till such time I say have your hands raised up. ഇന്ന് രാത്രി നിങ്ങൾ ദൈവത്തോട് അനുതാപത്തോട് പറയണം. Tonight with a penitent heart you should tell to the Lord, കർത്താവേ ഞാൻ മടങ്ങി വരുന്നു. Lord I would want to return back to എന്റെ you. അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. all my blessings Lord I have lost. എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആത്മീക സമാധാന സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയി. the peace that I've had in my heart is something which I've lost. എനിക്ക് അത് സ്വസ്ഥമായി ജീവിക്കുവാൻ പോലും കഴിയുന്നില്ല. I am not able to live a peaceable life. എന്തോ ചില ഭയം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. certain fear is haunting me. ഏതോ ഒരു ശക്തി എന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. some power is subduing me. ദൈവത്തിലേക്ക് തിരിയുവാൻ കഴിയാതെ പലതും എന്നെ പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. there are sins which is not allowing me to turn to Lord. ഇന്ന് രാത്രി എന്നെ വിടുവിക്കണമെന്ന് കർത്താവിനോട് നീ ആവശ്യപ്പെടുക. Lord this night you should deliver me. you ask this of the Lord. ദൈവത്തോട് നീ പറയുമ്പോൾ തന്നെ നീ അറിയാതെ നിന്റെ മനസ്സും നിന്റെ ചിന്തയും ദൈവത്തിലേക്ക് തിരിയാൻ തുടങ്ങും. when you tell to this Lord, even without your knowledge, your mind and your body is going to be changed towards God. അവനെ ആരും നിർബന്ധിക്കാതെ ഇതാ ഒരു ഏറ്റുപറച്ചിൽ നടത്തി. without any compulsion you see that there was a repentance there. നിന്റെ മാതാവോ പിതാവോ ശുശ്രൂഷകരോ മറ്റുള്ളവർ നിന്നെ നിർബന്ധിച്ചിട്ടല്ല, ഇന്ന് രാത്രി ദൈവം നിന്നെ നിർബന്ധത്തോടെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. today not your father or your mother or your servants of God, but our Lord has compelled you to come to the presence of God. ദൈവത്തിലേക്ക് നിന്നെ തിരിക്കുവാൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. and the power of the God is working that you should be able to divert yourself towards Lord. ശരിയായ ഏറ്റുപറച്ചിൽ ആരിലെല്ലാം ഉണ്ടോ അവരുടെ മേൽ ദൈവശക്തി വന്ന് ഇറങ്ങും. if there is a true confession and that confession in any one of you, our Lord's power is going to work in your life. ഇതുവരെ ഇതിനെ അടിമപ്പെടുത്തിയ ദുഷ്ടശക്തി ഇപ്പോൾ നിന്നിൽ നിന്ന് ഓടിപ്പോകും. that evil power which has been haunting you, that would be dispelled from your life. ഇന്ന് രാത്രി നീ ഒരു വിടുതൽ പ്രാപിക്കും. this night you are going to be delivered. അത് നിന്റെ പരിശ്രമം കൊണ്ടല്ല, that is not because of your efforts. ഒരു ഏറ്റുപറച്ചിൽ മതി. that is only because of the confession that you make. നിന്റെ ഹൃദയം തകർന്നാൽ മതി. your heart needs to break. നിന്റെ കണ്ണ് നിറഞ്ഞാൽ മതി. your eyes needs to just open. ദൈവത്തോട് പറഞ്ഞാട്ടെ, you should tell the Lord, ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്നു, yes Lord I so desire, കൊണ്ടുവരേണം. Lord I wish you to turn me back. കുടുങ്ങിക്കിടക്കുകയാണ്. I have been trapped in various places. ശക്തികളും എന്നെ കുടുക്കിക്കളഞ്ഞു. Lord with the ഇന്ന് രാത്രി എനിക്ക് ഒരു വിടുതൽ നൽകണമേ. today Lord you should എല്ലാവരും deliver me. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. and all of you sit ചില കുട്ടികളുടെ മേൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികൾ ഇപ്പോൾ അവരെ വിട്ട് ഓടുവാൻ പോകുകയാണ്. certain evil power that has been distorting your minds, that is going to be dispelled from your life. നമുക്ക് പോരാട്ടമുള്ളത് സ്വർലോകത്തിലെ ദുഷ്ടാത്മ സൈന്യത്തോടാണ്. our battle is
is against the power that is working in heavenly അഭിഷേകം places. പ്രാപിച്ചവർ ഇന്ന് രാത്രി ആ ദൂഷ ശക്തികളെ അത് ഫൽസിക്കുവാൻ And പോകുകയാണ്. the ones who receive the anointing of the Holy Ghost, you are going to cast out the evil powers from your life. ഈ കുഞ്ഞുങ്ങളെ ദൈവത്തിൽ നിന്ന് അകത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്ട ശക്തിയെ ആത്മാവിൽ ഫൽസിക്കുവാൻ എത്ര അത് അധ്യാപകർ, കർത്താവിന്റെ ശുശ്രൂഷകർ ഇന്ന് രാത്രി തയ്യാറായി ദൈവസന്നിധിയിൽ How വന്നിട്ടുണ്ട്. many teachers and how many servants of God have come in the presence of God today, wherein you will be able to cast out the evil powers from the lives of these children? ദൈവം അതിനുള്ള അധികാരം നമുക്ക് തന്നിരിക്കുകയാണ്. Our Lord has given us power towards this. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പല കുഞ്ഞുങ്ങൾക്കും വിടുതൽ ദൈവം നൽകിക്കൊണ്ടിരുന്നു. And today, by the anointing of the Holy Ghost, our Lord has been delivering many children. എന്നാൽ ദൈവം ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ And today, in the presence of God, when we pray, ചില കുഞ്ഞുങ്ങൾക്ക് വിടുതലില്ലാതെ വിടുതലിന് വേണ്ടി അവർ ആഗ്രഹിച്ച് ദൈവത്തോട് അവർ യാചിച്ചു കൊണ്ടിരിക്കുകയാണ്. certain children are not able to deliver, but they are striving and praying in the presence of God for deliverance. അവർക്ക് പുറത്തു വരുവാൻ കഴിയാതെ അവരെ ഇരുട്ടറയിൽ ശത്രു അത് പിടിച്ച് കെട്ടിവെച്ചിരിക്കുകയാണ്. They are not able to come out, and the dark powers of the Satan has clung on to them. അവർക്ക് വിടുതൽ പ്രാപിപ്പാൻ കഴിയുന്നില്ല, ആർക്കും അവരെ വിടുവിക്കുവാനും കഴിയുന്നില്ല. They are not able to deliver themselves, neither can anybody deliver them. അവരെ ആർക്കും കാണുവാൻ കഴിയുന്നില്ല, അവർക്കും ആരെയും കാണുവാൻ കഴിയുന്നില്ല. They cannot see anyone, neither anyone can see them. എങ്ങനെങ്കിലും ഒരു വിടുതൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു, ആരോടും പറയുവാൻ പോലും കഴിയുന്നില്ല. They are looking forward wherein they'll be able to deliver themselves, but they are not able to say that to anyone. നിന്റെ മനസ്സ് ആകപ്പാട് തകർന്നുകൊണ്ടിരിക്കുന്നു, My mind is totally being broken, നീ ആകെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. and I'm fearful. ചില നിരാശ നിന്നെ തള്ളി അത് ഇതുപോലെ ഇരുട്ടിന്റെ ആഴത്തിലേക്ക് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. Sorrows have pushed me into the powers of darkness. എന്റെ ദൈവമേ, എന്നെ വിടുവിക്കുവാൻ നിനക്ക് കഴിയുമോ എന്ന് നീ പലപ്പോഴും നീ ചോദിക്കുന്നു. Many a times you're asking, my Lord, can you deliver me? എന്നാൽ ഇന്ന് രാത്രി ദൈവം നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. But tonight our Lord is desirous to deliver you. ഇവിടെ വ്യാപരിക്കുന്ന ദൈവശക്തി അത് പാതാളത്തിന്റെ കോപുരത്തെ തകർക്കുന്ന ശക്തിയാണ്. And that is a power that breaks the powers of the hell today. നമ്മുടെ കർത്താവായ യേശു അത് നമ്മുടെ നടുവിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. Our Lord Jesus Christ has come into our midst. അവന്റെ കയ്യിൽ താക്കോലുണ്ട്, അത് പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ അവന്റെ കയ്യിലുണ്ട്. He has got the keys of hell, and he has got the keys of death. ഏകാന്തമായ അവസ്ഥയിലായിരുന്ന യോഹന്നാന്റെ അടുക്കിലേക്ക് ഈ രണ്ട് താക്കോലുമായിട്ടാണ് ദൈവപുത്രൻ ഇറങ്ങി വന്നത് എങ്കിൽ, And if this our Lord Jesus Christ came to John when he was in a lonely situation, if that is so, നിനക്ക് പുറത്തു വരുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്ന നിന്റെ അടുക്കിലേക്ക് ഇതാ ആ ദൈവപുത്രൻ ഇന്ന് രാത്രി കടന്നു you are വന്നിരിക്കുകയാണ്. not able to deliver yourself, but our Lord Jesus Christ has come in your midst, wherein he would be able to deliver you. പാതാളത്തിന്റെ ശക്തിയെ അവൻ ഫൽസിക്കുകയാണ്. And the power of the hell, our Lord rebukes. ലോക ശക്തിയെ അവൻ ഫൽസിക്കുന്നു. Power of this world, our Lord does rebuke. നിന്നെ പിടിച്ച് കെട്ടിവെച്ചിരിക്കുന്ന അന്ധകാര ശക്തി ഇപ്പോൾ നിന്റെ ശരീരത്തിൽ നിന്ന് നിന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുവാൻ പോകുകയാണ്. Power of darkness which has held you today, tonight, you are going to be delivered from that. എല്ലാ ശുശ്രൂഷകരും കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. All the servants of God, lift your hands up and keep praying. നമുക്ക് പോരാട്ടമുള്ളത് സ്വർലോകത്തിലെ ദുഷ്ടാത്മാ സൈന്യത്തോടാണ്. We have got to battle against all the evil powers of the നമ്മൾ heavenly ഇപ്പോൾ places. പോരാടി പ്രാർത്ഥിക്കുവാൻ പോകുന്നത് ഈ കുഞ്ഞുങ്ങളോട് പോരാടുന്ന ദുഷ്ട ശക്തിയെ അത് യേശുവിന്റെ നാമത്തിൽ നാം പിടിച്ചു കെട്ടുവാൻ പോകുന്നു. We are now going to pray all the evil power that is subduing the children in the name of Jesus, that's going to be bound. അവരെ പിടിച്ചു കെട്ടിയിരിക്കുന്ന ഈ കെട്ടുകളെ അടിക്കുവാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. And our Lord has given us power that we will be able to bind these powers in the children. മാതാപിതാക്കളെ, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന Parents, you should also be seated praying. ഇന്ന് രാത്രി ദൈവം പല കുഞ്ഞുങ്ങളെ തൊടുന്ന രാത്രിയായി മാറട്ടെ. Tonight is a night wherein our Lord is going to touch many children. ആ അവസ്ഥയിൽ കടന്നു വന്നിട്ടുള്ള കുഞ്ഞുങ്ങൾ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ You children who have come here, stay on your knees and you pray. നീ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവശക്തി നിന്നെ തൊടാൻ പോകുകയാണ്. The place that you are seated, the power of God is going to touch you. അതേ ഇരുട്ട് ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഓടുന്ന രാത്രിയാണ്. Darkness tonight is going to be dispelled from this place. ദൈവ സാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. The presence of God is descending in our midst. ശത്രു പല വഴിയിലേക്ക് ചിതറി പോകാൻ പോകുന്നു. Enemy is going to be scattered in several പല directions. കുഞ്ഞുങ്ങളെ ഈ കേട്ട് ഇന്ന് രാത്രി ദൈവം അഴിക്കാൻ പോകുന്നു. And tonight our Lord is going to strike all the evil against you. ദൈവശക്തി ഇതാ ഇറങ്ങാൻ പോകുന്നു. And the power of God is going to descend
send in your best. സകല ദുഷ്ടശക്തികളും ഓടട്ടെ. All the evil power, then let that be removed. ദൈവം എഴുന്നേൽക്കുമ്പോൾ Whenever Lord arises, ശത്രുക്കൾ ചിതറിപ്പോ. enemies would be നീ scattered. ഭാരപ്പെടേണ്ട. You should not be ദൈവം dismayed. നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു. And our Lord is going to raise for you. നിന്നോട് പോരാടുന്ന ദുഷ്ടശക്തികൾ And the evil power that is striving അത് against നിന്നെ you, കണ്ട് ഭയപ്പെടുകയാ. and that looking at you is ഇവിടെ fearing. വ്യാപരിക്കുന്ന ദൈവശക്തിയെ കണ്ട് ഭയപ്പെടുന്നു. And the power, godly power that's working in you, seeing that it is terrified. സ്തോത്രം. ശ്രദ്ധിച്ചാട്ടെ. Please pay attention. നിന്റെ പ്രശ്നം എന്തോ അത് ഇപ്പോൾ നീ ദൈവത്തോട് പറയാം. What your problem is, now you tell to the Lord. നിന്റെ പ്രശ്നം നിന്നെ അടിമപ്പെടുത്തുന്ന, നിന്നെ പിടിച്ചു കെട്ടിവെച്ചിരിക്കുന്നതായ ആ ദുഷ്ടശക്തിയെ നിന്റെ ബലം കൊണ്ട് ഒരിക്കലും നിനക്ക് ജയിക്കുവാൻ കഴിയത്തില്ല. That evil power which is clung on to you, you cannot deliver yourself from that. അത് നാളുകളായിട്ട് നീ ആഗ്രഹിച്ച് വിടുതൽ കിട്ടാത്തതായ ചില പ്രശ്നങ്ങളായിരിക്കാം. Maybe that's a problem that you're not able to deliver yourself from since ages. വർഷങ്ങളായിട്ട് അത് നിന്റെ ജീവിതത്തിൽ നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന ആ ദുഷ്ടശക്തി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇവിടെ ഉള്ളത് കൊണ്ട് അത് ഭയപ്പെട്ട് വിട്ടുപോകുവാൻ പോകുകയാണ്. Since years, certain power that is binding you, this evening through the anointing of the Holy Ghost, that is going to be removed from your life. ഒരു സ്ഥലത്ത് ആരാധന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ In one place when a worship meeting was being ഒരു conducted, 28 വർഷമായിട്ട് ഒരു ദുഷ്ടശക്തി ഒരു സഹോദരിയെ പിടിച്ചു കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. one sister was bound for 28 years with an evil spirit. എന്നാൽ അത് നമുക്ക് അറിഞ്ഞുകൂടാ. But that is something which we did എന്നാൽ not know. പരിശുദ്ധാത്മാവ് ശക്തമായി സഭയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ But when the Holy Ghost started working in the church of God, അവരെയും ഈ സഹോദരി ആരാധനയ്ക്ക് വന്നും പോയിരുന്നതാണ്. till then the sister was coming for the meeting and she എന്നാൽ was അന്നത്തെ going. ദിവസം അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. But on that day she was not able to sit in the presence of God. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ And when the prayer was made for a particular thing, ആ സഹോദരി ഉരുണ്ട് താഴെ വീഴുവാനിടയായി തീർന്നു. that sister, she fell down. പിന്നീട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവർക്ക് സൗഖ്യം തന്നു. Later when she was prayed upon, അപ്പോൾ God തന്നെ അവർക്ക് delivered her. ആരാധനയുണ്ടായിരുന്നു. She had become അവർ the worship, കൈയടിക്കുന്നുണ്ടായിരുന്നു. and that is അവർ working in പാട്ട് her. പാടുന്നുണ്ടായിരുന്നു. She was also singing എന്നാൽ songs. അവരുടെ ഉള്ളിൽ ഒരു വിടുതലില്ലാത്ത അനുഭവമായിരുന്നു. But within her she was in a situation that 26 she had no വർഷമായിട്ട് ഒരു deliverance. ദുഷ്ടശക്തി തന്റെ ശരീരത്തിൽ പോരാടിക്കൊണ്ടിരുന്നു. 28 years an evil power had been working in her body. ഇന്ന് രാത്രി കാലം This night, നിന്റെ ഉള്ളിൽ പോരാടുന്ന ദുഷ്ടശക്തി എന്തു തന്നെയാകട്ടെ, no matter what the evil power that is working in your life, ഇവിടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി സകലത്തെയും കീഴ്പ്പെടുത്തുന്നതാണ്. the power of God that is being manifested would subdue all the powers working in നിന്റെ you, ഉയർച്ചയെ തടയുന്നതായി, and that which is നിന്റെ hindering your നന്മയെ virtue, തടയുന്നതായി, it hinders your നിന്റെ goodness, അനുഗ്രഹത്തെ and that തടയുന്നതായി. hinders your blessings. പലപ്പോഴും നീ പറയാറുണ്ട്, Many times എനിക്ക് you say, ഇന്നത് തടസ്സമെന്ന്. and today, എന്നാൽ ഇന്ന് രാത്രി കാലം today itself you are ദൈവത്തിന്റെ delivered, ശക്തി നിന്നെ തൊടുവാൻ and പോകുകയാണ്. the power of God is going to touch എല്ലാ you. കുഞ്ഞുങ്ങളും ഒരുങ്ങിയിരുന്നാട്ടെ. All children, you should prepare ഇരിക്കുന്ന yourself. സ്ഥലത്ത് നിന്ന് ദൈവാത്മാവ് നിന്നെ എടുത്ത് വീശുവാൻ പോകുന്നു. And this moment the power of God is going to ചില throw you. ദുഷ്ടശക്തികൾ അലറി വിളിക്കാൻ And പോകുകയാണ്. certain evil powers is going to cry and shout. അവരോട് പോരാടുന്ന ദുഷ്ടശക്തികൾ And those evil powers that is അവന്റെ working in your ശരീരത്തിൽ life, നിന്ന് വിട്ടുപോകുന്നു. and that is getting away from your body. ആത്മാവിന്റെ പ്രവൃത്തി ഉണ്ടാകുന്നു. And that is because of the work of the Spirit. ദുഷ്ടശക്തികൾ ഓടുമ്പോൾ Evil power when it runs ആരും off. കണ്ണു തുറന്നിരിക്കുന്നത്. No, you should not be ഈ silent. ആരാധന വിടുതലിന്റെ ആരാധനയാണ്. And deliverance is only in worship. അനേക കുഞ്ഞുങ്ങളുടെ വിടുതലിന്റെ ദിവസമാണ്. And this is the day that children are going to be delivered. അനേകരെ കർത്താവ് പിടിച്ച് ഉയർത്താൻ പോകുകയാണ്. And our Lord is going to catch you and ഇതാ shake you. ദൈവത്തിന്റെ കരം നിന്റെ നേരെ നീട്ടിയിരിക്കുന്നു. And the hand of God has been reached out to നീ you. ആ കരത്തെ പിടിച്ചാട്ടെ. And let that pure spirit get ആ hold of കരത്തെ you. മുറുകെ പിടിച്ചാട്ടെ. And you cling on to that power. കർത്താവ് നിന്നെ പിടിച്ച് ഉയർത്താൻ പോകുന്നു. And our Lord is going to catch you and ഇതാ raise ആ you. കരം നിന്റെ നേരെ നീട്ടി. And his hand has been extended നീ towards ആ you. കരത്തെ മുറുകെ പിടിക്കുക. And you cling on നീ to his hand. ഭയപ്പെടേണ്ട. Fear not. ഓ നിന്റെ ദൈവം And he's your നിന്നെ God. വിടുവിക്കേണ്ടതിന് And for you to ആ live. ശക്തിയുള്ള കരം And let that power touch നിന്റെ you. നേരെ നീട്ടി. And his hands have been extended towards you. ശ്രദ്ധിച്ചാട്ടെ. Pay attention. ആൺകുട്ടികൾ പലരും തങ്ങളെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ പലരും ഇവിടെ ആയിരിക്കുന്നു. Boys are seated here, not able to surrender yourself in the presence of God. ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുവാൻ In പോകുകയാണ്. a few minutes, we are going to end this meeting. എല്ലാവരും കണ്ണുകളെ അടച്ചാണ്. All of you, close your eyes. ദൈവത്തിന്റെ ആത്മാവ്
വ്യക്തമായി നമ്മോട് ഇടപെട്ടുകൊണ്ടിരുന്നു. The Spirit of God has been precisely dealing with each of us. നീ എവിടെ ആയിരുന്നാലും അവിടെ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. No matter where you are, from that situation, our Lord is able to deliver you. നമ്മുടെ കഴിവ് കൊണ്ടല്ല നാം വിടുതൽ പ്രാപിക്കുന്നത്. And it is with His hand you will be able to deliver നീ yourself. ഒരിക്കലും ഭാരപ്പെടേണ്ട. You should not be ഇന്ന് burdened. രാത്രി ദൈവം നിന്നെ വിടുവിക്കുവാൻ പോകുന്നു. Tonight our Lord is going to deliver you. നിന്റെ മേൽ ദൈവ ശക്തിയാണ് ഇറങ്ങുന്നത്. And the power of God is descending upon you. ആമേൻ. പല രീതിയിലും നിന്റെ നന്മയെ, നിന്റെ അനുഗ്രഹത്തെ, നിന്റെ ഉയർച്ചയെ, നിന്റെ വിടുതലിനെ തടയുവാൻ ശത്രു കഴിഞ്ഞ നാളുകളിൽ In the ശ്രമിച്ചുകൊണ്ടിരുന്നു. days past, Satan had been driving where you want to hinder in all the blessings, all the goodness that you ought to have received in your life. നിനക്ക് വരേണ്ട പല നന്മകളെയും ശത്രു മുടക്കി. Many goodness that you ought to have received, our enemy has put an end to that. ആത്മീകമായ പല നന്മകളെയും അവൻ തടഞ്ഞു. Spiritually also, a few blessings, our Satan has put a hindrance. മുഖാന്തരമായി നിനക്ക് ലഭിക്കേണ്ട ഭൗമിക അനുഗ്രഹങ്ങളെയും ശത്രു തടഞ്ഞു. Even the earthly blessing that you ought to have received. എന്നാൽ ഇനി ശത്രുവിന് തടയുവാൻ സാധ്യമല്ല. But today the enemy shall not ഇന്ന് hinder. രാത്രി ദൈവം നിന്റെ മേൽ തന്നെ ശക്തിയെ അയച്ചിരിക്കുകയാണ്. Tonight the power of God has been sent നിന്റെ upon you. സകല കെട്ടുകളും ഇന്ന് രാത്രി അഴിയുന്നു. All the bindings of our Lord is going to remove. പല കുഞ്ഞുങ്ങളെയും ഇന്ന് രാത്രി ദൈവം വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. Many children this night our Lord has delivered you. ദൈവത്തിന്റെ അഗ്നി ഇവിടെ കത്തുന്നു. And tonight our Lord has commanded deliverance on you. ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ You should have surrender yourself ഇന്ന് again. രാത്രി You surrender yourself നിന്നെ again. പിടിച്ചു കെട്ടിയിരിക്കുന്ന കെട്ടുകൾ All those powers that is bound അതെല്ലാം you, ചാരമായി മാറുന്നു. that is going to be changed into ashes. ദൈവം നിന്നെ വിടുവിക്കുന്നു. Lord has delivered you. ശത്രുവിനോട് പോരാടുന്നത് ഒരിക്കലും ശത്രുവിന് ഇഷ്ടമില്ല. ശത്രുവിനോട് നമ്മൾ പോരാടുന്നത് ഒരിക്കലും ശത്രു ഇഷ്ടപ്പെടുകയില്ല. കാരണം ബൈബിൾ പറയുന്നു, സാത്താനോട് എതിർത്ത് നിന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന്. അല്ലാതെ നീ എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിച്ചോ, എങ്ങനെ വേണമെങ്കിലും ആയിരുന്നോ, അവനോട് എതിർക്കുന്ന കാര്യം മാത്രം ഒരിക്കലും അവന് ഇഷ്ടമില്ല. കാരണം ദൈവമക്കൾ എതിർത്താൽ അവൻ ഓടിപ്പോകണം എന്നുള്ളതാണ് തിരുവെഴുത്തിൻ്റെ ആധാരമായി നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഇന്ന് രാത്രി കാലം നിന്റെ ജീവിതത്തിൽ നിന്നെ തടയുന്ന, നിനക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന, നിന്റെ അനുഗ്രഹത്തെ ഇല്ലാതെയാക്കുന്ന, നിന്റെ നന്മയെ തടയുന്ന ശക്തിയോട് ആത്മാവിൽ നീ എതിർക്കുവാൻ പോകുകയാണ്. സഭ ഒന്നായി ആത്മാവിൽ എതിർക്കുവാൻ പോകുന്നു. ശത്രു ഓടിപ്പോകുന്നു. ദൈവമക്കൾ വിടുതൽ പ്രാപിക്കുന്നു. ഇത് ദൈവശക്തി അതേ പലരുടെ മേലും ഇറങ്ങുന്നു. ശത്രു ചിതറി ഓടിടുന്നു. എല്ലാവരും കൈയടിച്ച് പാടിയാണ്. ദൈവം എഴുന്നേൽക്കുന്നു. ശത്രു ചിതറി ഓടിടുന്നു. സൈന്യത്തിനധിപൻ യേശുരാജൻ രാജാവായി എഴുന്നള്ളുന്നു. സൈന്യത്തിനധിപൻ യേശുരാജൻ രാജാവായി എഴുന്നള്ളുന്നു. ജയം ജയം അവൻ നാമത്തിൽ, ജയം ജയം നമുക്ക് സത്യം, ജയം ജയം അവൻ നാമത്തിൽ, ജയം ജയം നമുക്ക് സത്യം. ദൈവം എഴുന്നേൽക്കുന്നു. ശത്രു ചിതറി ഓടിടുന്നു. 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 ദൈവം എഴുന്നേൽക്കുന്നു. ശത്രു നിന്നെ കണ്ട് ഭയപ്പെടാൻ തുടങ്ങി. കാരണം ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഇനി ശത്രു നിന്നെ കുറ്റം ചുമത്തുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ഇപ്പോൾ ശത്രുവിനെ അവൻ ഭത്സിക്കുവാൻ പോകുകയാണ്.
ആമേൻ, ആമേൻ. ശ്രദ്ധിച്ചാട്ടെ, ആ കോറസ് വീണ്ടും എല്ലാ കുഞ്ഞുങ്ങളും, ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്ന് എല്ലാവരും ചേർന്ന് പാടി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ നിറയുമ്പോൾ ശത്രു നിന്നെ വിട്ട് ഓടിപ്പോകുന്നത് നിന്റെ ശരീരത്തിൽ ഇന്ന് രാത്രി നീ അനുഭവിക്കും. ഏതെങ്കിലും രോഗം നിന്നെ പിടിച്ചു കെട്ടിയിട്ടുണ്ടെങ്കിൽ, മാനസികമായി നിന്നെ നാളുകളായി ശത്രു തകർത്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി കാലം കർത്താവ് നിനക്ക് ജയം തരുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി നിനക്ക് വിടുതൽ നൽകുന്ന രാത്രി. ദൈവം എഴുന്നേൽക്കുന്നു. എല്ലാ ആൺകുട്ടികളും ചേർന്ന് കയ്യട്ടി പാടിയാൽ ഹല്ലേലൂയ. ശത്രുക്കളെ പിടിച്ച് യോശുവയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ യോശുവ പറഞ്ഞു, അവരുടെ കഴുത്തിൽ കാൽ വയ്ക്കാൻ പറഞ്ഞു. ഇതുപോലെ ദൈവം നിന്റെ സകല ശത്രുക്കളോടും ചെയ്യുമെന്ന് പറയുകയുണ്ടായി. ഇന്ന് രാത്രി കാലം, കഴിഞ്ഞ നാളുകളിൽ നിന്നെ അലട്ടിക്കൊണ്ടിരുന്ന ശത്രുവിനെ ഇന്ന് പിടിച്ചു കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ശ്രദ്ധിച്ചാട്ടെ, ഇപ്പോൾ ആ ശത്രുവിൻ്റെ കഴുത്തിൽ നാം കാൽ വയ്ക്കാൻ പോകുകയാണ്. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു, അതേ സാത്താനെ ദൈവം നിന്റെ കാൽ കീഴിൽ ചതച്ച് കളയും. സമാധാനത്തിന് ദൈവം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ഇപ്പോൾ ആ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത് നിന്റെ ശത്രുവിനെ അതേ നിന്റെ കാൽ കീഴിൽ ചതച്ച് കളയുവാൻ വേണ്ടിയാണ്. ജയം ജയം അവൻ നാമത്തിൽ, ജയം ജയം നമുക്ക് സ്വന്തം. ഓ ജയം ജയം അവൻ നാമത്തിൽ, ജയം ജയം നമുക്ക് സ്വന്തം. ജയം ജയം അവൻ നാമത്തിൽ, ജയം ജയം നമുക്ക് സ്വന്തം. ജയം ജയം അവൻ നാമത്തിൽ, ജയം ജയം നമുക്ക് ആമേൻ. നിന്നെ അടിമപ്പെടുത്തിയതായ, ദൈവത്തോട് അടുക്കുവാൻ കഴിയാതെ നിന്നെ തടസ്സപ്പെടുത്തിയതായ ശക്തിയെ ഇന്ന് രാത്രി നീ ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കർത്താവ് നിനക്ക് ജയം നൽകി. ഇനി ശത്രു നിന്റെ മേൽ അധികാരമില്ല. ഇന്ന് രാത്രി നീ ധൈര്യമായിട്ട് പറയണം, എൻ്റെ ദൈവം എന്നെ വിടുവിച്ചിരിക്കുന്നു, എൻ്റെ ദൈവം എന്നെ വിടുവിച്ചിരിക്കുന്നു. ശത്രുവേ, എൻ്റെ മേൽ നിനക്ക് അധികാരമില്ല. കർത്താവ് എന്നെ വിളിച്ചാൽ ഈ അന്ത്യകാലഘട്ടത്തിൽ ഇനി അല്പസമയം മാത്രമേ ഉള്ളൂ. ഇനി എനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് അവൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ മാത്രം ഒന്ന് കരമുയർത്തിയാട്ടെ. കർത്താവ് അതേ ഇന്ന് രാത്രികാലം പലരെയും അഭിഷേകം ചെയ്തപ്പോൾ അവരുടെ മേൽ സിയോൻ്റെ അഭിഷേകം, ഇന്ന് പകൽ വൈകിട്ട് നടന്ന കാത്തിർപ്പ് യോഗം, ഇപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് പലരെയും തൊട്ടു. അവരെ ലോകത്തിൻ്റെ കെട്ടുകളെ അഴിച്ച് കർത്താവ് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത് വിശ്വസിക്കുന്നവർ, കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നവർ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം.
ദൈവം നമ്മെ ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് നൽകി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. പിതാവായി ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. പുത്രനായി ക്രിസ്തുവിനായി സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവാം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങേക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്ത് വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ മുഖത്തുപെടുത്തുവാൻ കൊണ്ട് ഇങ്ങനെ ഒരു സാവകാശം കൂടെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മീറ്റിങ്ങിന് വേണ്ടി കർത്താവെ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്ത കാര്യങ്ങളെല്ലാം ദൈവം എത്രത്തോളം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തന്നല്ലോ കർത്താവെ. ഇന്ന് രാവിലെ മുതൽ നടന്നതായ മീറ്റിംഗ് മുതൽ ഈ രാത്രിയുടെ സമയം വരെയും കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും പേരുപേരായി അനുഗ്രഹിക്കണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ, പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ സഹായിക്കണമേ. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചതുപോലെയല്ല കർത്താവെ, അവരുടെ ജീവിതത്തിൽ വന്നുപോയ തോൽവികളെ കുറ്റങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരണം പ്രാപിപ്പാൻ ദൈവസ്നേഹത്താൽ നിറയപ്പെടുവാൻ കൊണ്ട് അവിടുന്ന് കൃപ ചെയ്ത വൻകൃപകൾക്കായി സ്തോത്രം. ഓരോരുത്തരെയും അവരെ അനുഗ്രഹിക്കണമേ. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ദൈവപ്രീതിയുള്ളവരായി കാണപ്പെടുവാൻ കൊണ്ട് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി കാലം ദൈവത്തിൻ്റെ നല്ല ആലോചന ഞങ്ങളെ കേൾപ്പിച്ചതിനായ സ്തോത്രം. അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ളതായ രക്ഷയ്ക്ക് വേണ്ടി കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തോൽവികളെ കണ്ടുണരുവാൻ സഹായിച്ചതാൽ സ്തോത്രം. പിശാച് കൊണ്ടുവരുന്ന ഭിന്നതകൾ കർത്താവേ, പ്രാകൃത സ്വഭാവങ്ങൾ, ദൈവപ്രീതിയില്ലാത്ത സ്വഭാവങ്ങളിൽ നിന്നെല്ലാം വിട്ട് കർത്താവേ ദൈവീകമുള്ളവരായി ജീവിപ്പാൻ്റെ കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാം അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ വിശ്വാസ ഭവനങ്ങളെല്ലാം സ്വർഗീയാന്തരീക്ഷത്തിൽ സൂക്ഷിക്കപ്പെടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ ലോകത്തിൽ നിന്ന് ലോകക്കാരന് വിളിച്ച് വേർതിരിച്ചു ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ടവരായി ദൈവത്തിൻ്റെ ഭവനത്തിൽ കർത്താവെ അധിക ഭയത്തോടും പറയലോടും കൂടെ ജീവിപ്പാൻ്റെ കൊണ്ടവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമേ. ദൈവപ്രീതിയുള്ളവരായി കാണപ്പെടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനുള്ളവരെ ദൈവം അറിയുന്നുവല്ലോ കർത്താവെ. ആയതിനാൽ അവർക്ക് ഇന്ന് രാത്രികാലം ഇനിയും ദൈവത്തോട് അടുക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവസ്നേഹത്താൽ നിറയപ്പെടുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം അവിടുന്ന് സഹായിക്കണമേ. തുടർന്ന് നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളിലും കർത്താവും സാന്നിധ്യം ഉണ്ടായിരിക്കാൻ സഹായിക്കും. ഇന്ന് രാത്രികാലവും ദൈവത്തിൻ്റെ നല്ല ആലോചന ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അതിനായി കർത്താവിൻ്റെ മകനെ ബലപ്പെടുത്തിയല്ലോ കൃപ ധാരാളം കൊടുത്ത് അനുഗ്രഹിക്കണമേ. വിശുദ്ധന്മാരെയെല്ലാം ബലപ്പെടുത്തി ശക്തീകരിക്കും, കൃപ കൊണ്ട് നിറയ്ക്കും. കർത്താവിൻ്റെ വരവിനായി ഒരുക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രാർത്ഥനയെല്ലാം കേട്ടതിനായി സ്തോത്രം. സ്തോത്രം. സകല ബുദ്ധിയും ദൈവ സമാധാനം സകല വിശുദ്ധന്മാരോടും നാം ഏവരോടും കർത്താവിൻ്റെ വരവരെ ഇരിക്കുമാറാകട്ടെ.